ആ സാർ ഉറങ്ങിയോ? ആ ഞാൻ പോലും അറിയാതെ എൻ്റെ കണ്ണം നടഞ്ഞു പോയിടും. സാറേ, പുറകിലൊരാൾ 2 മണിക്കൂറായിട്ട് ഒരു അനക്കവും ഇല്ല. ആ ഉറങ്ങട്ടെ, പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ലല്ലോ. സാറേ, ആ മുൻപേ പോണവൻ 2-3 തവണയായിട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ടല്ലോ സാറേ. ഹരി ഫോളോ ചെയ്തു. ഹരി ഇതുവഴി ഇതുവഴി വിട്ടു സാർ. ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്വജംബോപലസാരുപക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്വജംബോപലസാരുപക്ഷിതം ഉമാസകിതം കവിത്വജംബോപലസാരുപക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്വജംബോപലസാരുപക്ഷിതം. ഓ വേണ്ട, ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല. അശുദ്ധമാക്കാതെ മാറി നിൽക്ക്. ഇത് എന്ത് പറ്റി രാവിലെ? ശത്രു സംഹാര പൂജ യൂട്യൂബ് നോക്കി പഠിച്ചതാ, അതുകൊണ്ട് ഫലം കൂടും. അതിന് നിങ്ങൾക്ക് ഏത് ശത്രു? പരീക്ഷ. പരീക്ഷയോ? ടീച്ചർ അന്തം വിട്ട് നിൽക്കാനൊന്നും വേണ്ട. ഇത് മോളുടെ പരീക്ഷ വിജയത്തിലുള്ള പൂജയാണ്. കഷ്ടം. മോളിങ് വാ. ഇനി എന്റെ മോൾക്ക് പരീക്ഷ നല്ല എളുപ്പമായിരിക്കും. ഞാൻ പഠിച്ചിട്ടുണ്ട് അച്ഛാ. അയ്യോ അച്ഛാ, ഞാൻ ഹോൾ ടിക്കറ്റ് എടുക്കാൻ കണ്ടോ കണ്ടോ, പൂജയുടെ ഫലം കണ്ടോ? കുട്ടിക്ക് ഓർമ്മശക്തി തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഒന്ന് പോവാ അച്ഛാ. സാറേ, ഈ ഷർട്ട് ഇട്. റെയിൽവേ സ്റ്റേഷൻ വരെ പോകാൻ ഇത്രയും തന്തം വേണോ? ഇന്ന് 1-ാം തീയതിയാണ്. ഒറ്റ ഒരെണ്ണത്തെ ഇങ്ങോട്ട് കയറ്റരുത്. ഞങ്ങൾ ഇറങ്ങിയാലുടൻ ഗേറ്റ് പൂട്ടണം. സാറേ, സത്യത്തിൽ നിങ്ങൾ സ്കൂളിൽ പഠിപ്പിച്ചത് ഫിസിക്സ് ആണോ അത് ജ്യോതിഷമാണോ? അവിടെയാണ് ടീച്ചർക്ക് തെറ്റിയത്. ഇത് രണ്ടിലുമുണ്ട് മാത്സ്. അതായത് 1-ാം തീയതി ആദ്യമായി വരുന്നവനെ പോലെ ആയിരിക്കും ആ മാസം മുഴുവൻ. ഓ തീർന്ന്. ആ പത്രക്കാരൻ ചെറുക്കനായിരിക്കും. കഴിഞ്ഞ മാസം ഇവിടെ എന്തൊക്കെയാ നടന്നത്? കഴിഞ്ഞ മാസം ഇവിടെ എന്ത് നടന്നു? ടീച്ചർ പത്രം വായിച്ച് നോക്കണം, അപ്പം അറിയാം. പേടിക്കണ്ട. സാറേ, പേടിക്കണ്ടെന്നാ പറഞ്ഞത്. എന്താ? പേടിക്കണ്ട അമ്മേ. നമ്മുടെ വീട്ടിലെന്താ പോലീസ് വന്നേ? എനിക്കറിയില്ല മോളെ. അച്ഛാ, സമയമായി. എനിക്കിന്ന് എക്സാം അല്ലേ? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. എങ്ങനെ? എന്നെ തനിച്ചാക്കിട്ടോ? മുകളിലോട്ട് പോയി പോലീസ് താഴോട്ട് വരട്ടെ. എന്തിനാ അവര് വന്നാന്നറിയട്ടെ. നൈറ്റ് പെട്രോളിംഗ് കഴിഞ്ഞ് വരുന്ന വഴിയിൽ സംശയകരമായ സാഹചര്യത്തിൽ ഒരാളെ കണ്ടു. അയാളെ ഞങ്ങൾ ഫോളോ ചെയ്യുകയായിരുന്നു. അയാൾ ഈ വീടിന്റെ മതിൽ ചാടി മേളിൽ കയറിയിട്ടുണ്ടോ എന്ന് സംശയം. ഇല്ല സാർ, ഇവിടെ ആരും കയറിയിട്ടില്ല. ഉണ്ട്. പീറ്ററെ. സാർ വാടാ. എല്ലാരും ഉണ്ടായിരുന്ന? ഞാൻ വന്നിറങ്ങിയതേ അങ്ങ് മേലെ ആയിപ്പോയി. സാറേ, ഞാൻ അമ്പലത്തിൽ നിർമ്മാല്യം തൊഴാൻ പോയതല്ലേ. അവിടെ വെച്ച് പോറ്റി എന്നെ കണ്ട് വിളിച്ച ആളെ കൂട്ടി. അവസാനം എന്റെ വണ്ടി എടുത്തോണ്ട് പറഞ്ഞ വഴിക്കല്ലേ സാറുമാരെ കണ്ടത്. വാടാ വാടാ, ബാക്കി സ്റ്റേഷനിൽ ചെന്ന് സംസാരിക്കാം. സാറേ, ഓടിയ ഓട്ടത്തിൽ ഊരിപ്പോയ മുണ്ടാണ് ഇത്. ഇവിടെ വെച്ച് കൊടുക്കണോ അത് അങ്ങൊന്നും എടുക്കണോ? ഹരി, ഇവൻ പിടിച്ച് വണ്ടി കയറ്റി. വേണ്ട, ഞാൻ ഇവിടെ വെച്ച് കൊടുക്കാം സാറേ. ഓ, എനിക്കിപ്പോ ഈ പരിപാടി ഒന്നുമില്ല സാറേ. ഞാൻ ഇപ്പം പെയിന്റ് അടിച്ചോണ്ടല്ല പെയിന്റിന്റെ പണിക്ക് പോവേല്ലേ. മിണ്ടാതെ വാടാ, നടടാ. എങ്ങോട്ടാ യാത്ര? യാത്ര എനിക്കല്ല,
മോൾക്ക. ഇനി പോയിട്ട് കാര്യമില്ല, ട്രെയിൻ മിസ്സാവും. ശതാബ്ദി അല്ലേ? ഇനി 8 മിനിറ്റ് ബാക്കിയുണ്ട്. വണ്ടി കയറിക്കോ, ഞാൻ വിട്ടേക്കാം. ഒരു 2 വീലറെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ അവസ്ഥ വരുമായിരുന്നു. കൊള്ളാം, നേരെ നടക്കാൻ പോലും വയ്യാത്ത ആൾക്കാ 2 വീലർ. ആ വേഗം ചെല്ല്. അമ്മ, ആ ബാഗ് ഒന്ന് എടുത്തേരോ? സാറേ ഞാനേ കേറടാ. അമ്മച്ചേ ആ, എന്താ ഇത്? എന്താണ് മോളെ പതിവില്ലാതെ? അല്ല, മാത്സിന്റെ പരീക്ഷയല്ലേ അമ്മ? അതിനല്ലേ എന്റെ പൂജ. ആ, ഇറങ്ങ്. പോട്ടെ. പിന്നെ ടീച്ചറെ, ഇന്ന് 1-ാം തീയതിയാണ്. കഥ അടക്കാൻ മറക്കണ്ട. ആ, മോളെ ഒരു നിമിഷം, അച്ഛ പെട്ടെന്ന് ഞാനിപ്പോ സമയമില്ല. വരാന്ന്. ഉം? അല്ല ടീച്ചറെ, ശരിക്കും നമ്മുടെ വീട്ടിൽ 1-ാം തീയതി കയറിയത് കള്ളനോ പോലീസോ? കള്ളൻ. ഓ ഭാഗ്യം, പോലീസ് ആയിരുന്നെങ്കിൽ പോലീസ് സ്റ്റേഷൻ കയറി മുടിഞ്ഞേന്. ആ, ശരി, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങ. വാ മോളെ. ആ മുരളിയോ? നീ എന്താ രാവിലെ? കേറി വാ. നമ്മുടെ ഉണ്ണിത്താൻ സാറേ, ആ നീ പഠിപ്പിച്ച സ്കൂളിലെ PT ടീച്ചർ ഉണ്ണിത്താൻ ആ. സാറേ, ഉണ്ണിത്താ സാറിന് എന്ത് പറ്റി? അയാൾക്കൊന്നും പറ്റിയില്ല. അയാളുടെ ജംഗ്ഷനിലെ വസ്തു കൊടുക്കുന്നെന്ന് ഞാനൊരു വില പറഞ്ഞു. എടാ, നിനക്ക് ഈ വസ്തുവിന്റെ വകയുടെ ഒന്നും കമ്പ ഇതുവരെ തീർന്നില്ലേ? ആ നീ ഇരിക്കെ. ടൗണിലെ കണ്ണായ സ്ഥലമല്ലേ, ഒത്താൽ വാങ്ങിയൊരു വലിയ ബിൽഡിംഗ് പണിയണം. സ്വർണ്ണക്കട തന്നെ വേണമെന്നാണ് കിച്ചുവിന്റെ ആഗ്രഹം. അപ്പൊ അവന്റെ മാർജിൻ ഫ്രീ മാർക്കറ്റോ? അതിനിപ്പോ വലിയ മാർക്കറ്റൊന്നും ഇല്ല ചേച്ചി. ശരി ശരി, ഞാൻ ചായ എടുക്കാം. നീ പത്രം വായിച്ചോണ്ടിരിക്കും. എന്തിന്? ആ. TV തുറന്നാൽ 24 മണിക്കൂറും വാർത്തയല്ലേ? വായിച്ച് നേരം കളയണ എന്തിന്? ആ സമയം ഉണ്ടെങ്കിൽ വല്ല വാട്സപ്പോ ഫേസ്ബുക്കോ നോക്കിയിരിക്കുക. നീ എന്താന്ന് വെച്ചാ ചെയ്യ്, ഞാൻ ചായ എടുക്കാം. ആ എടാ, നിനക്ക് കഴിക്കാൻ എന്താ വേണ്ടേ? ഓ വേണ്ട. ഓ അത് ശരി, അപ്പോൾ രണ്ടുപേരും അധ്യാപകരായിരുന്നു അല്ലേ? ആ, മോക്ക് എന്താ എക്സാം എന്നാ പറഞ്ഞത്? അത് ബിടെക് ലാസ്റ്റ് സെം ആ, പരീക്ഷ. ഹായ്, ഹായ്, ഹായ്. മിടുക്കി, നന്നായിട്ട് പരീക്ഷ എഴുതണം. നോക്കൂ സാറേ, ഈ സാറിന്റെ മുഖത്തൊരു പേടിയില്ലേ? പേടിക്കണ്ട, പോലീസ് വണ്ടി ആയതുകൊണ്ടാണ്. പേടിക്കാനൊന്നുമില്ലെന്ന്. ഇവൻ ആള് കൊള്ളാലോ. അല്ല സാറേ, ഇവൻ എങ്ങനെയാ കള്ളനായത്? ഞങ്ങൾ പോലീസായി, സാർ അധ്യാപകനായി, ഇവൻ കള്ളനുമായി. സാറിനറിയാമോ ഇവ ഏതിനത്തിൽപ്പെട്ട കള്ളനാണെന്ന്? അമ്പലക്കള്ളൻ, അമ്പലം ഗോപി അല്ലേടാ? കറക്റ്റ്, കറക്റ്റാണ്. എനിക്ക് അങ്ങനെ ഒരു പേരുണ്ട്. ഇന്നലെ രാത്രി അവന്റെ പണിയെ അടുത്തുള്ള ശിവക്ഷേത്രത്തിലെ കാണിക്കവഞ്ചി പൊട്ടിക്കലായിരുന്നു. പരമദ്രോഹി. ഭഗവാന്റെ കാണിക്ക തന്നെ വേണം നിനക്കല്ലേ? ഒന്ന് ചുമ്മാ ഇരി സാറേ. രാത്രി മുഴുവൻ കിടന്ന് കഷ്ടപ്പെട്ടാലും ഒന്നും കിട്ടൂല. ഇവിടെ ആരും കാണിക്കൊന്നും ഇടുന്നില്ലെന്നേ. ദൈവത്തിന് ഗൂഗിൾ പ്ലേ അല്ലേ? ഡാടാ മതി, നിർത്ത്. എന്റെ പൊന്ന് സാറേ, ഞാൻ ഈ പണിക്കൊന്നും ഇപ്പൊ പോണില്ല. ഇപ്പൊ പെയിന്റ് അടിക്കാനാണ് പോണത്. ചെൽവേണനാണ് എന്റെ ആശായി. സാറ് വേണമെങ്കിൽ ആശാനെ വിളിച്ച് ചോദിക്കണം. സാറേ, സ്റ്റേഷനിലെത്തി. പറഞ്ഞതിലും നേരത്തെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. സന്തോഷം. ആ, മോളെ ഇറങ്ങ. എക്സാം നന്നായി എഴുതണം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. എന്നാ ഞങ്ങൾ അങ്ങോട്ട്. ആ, വാ. മറക്കണ്ട, 2ാമത്തെ പ്ലാറ്റ്ഫോം. ആ, വാ മോളെ, വേഗം നടക്ക്, സമയമായി. ആ, മോളെ ചെന്നോണ്ടേ വിളിക്കണേ, ഫോൺ വിളിക്കാം ചെയ്യണേ. അച്ഛൻ, ആ, വിളിക്കാം. പാവം, ഒരച്ഛൻ മോളെയും കൊണ്ട് പോണ പോക്ക് കണ്ട. കൊല്ലാൻ കൊണ്ട് പോണതല്ല, പരീക്ഷ എഴുതാനാ. രണ്ടും ഒന്നല്ലേ സാർ? ഒരു കണക്കിന് സംഭവം വെളുപ്പം കാലത്തായത് നന്നായി. ഇല്ലെങ്കിൽ നമ്മുടെ പെൺകുഞ്ഞിനെ കുറിച്ച് ആളുകൾ അപവാദം പറഞ്ഞു വരത്തില്ലേ? പോലീസ് വീട്ടിൽ കയറിയ സംഭവമല്ലേ? എടാ, പോലീസ് വന്നത് കള്ളനെ പിടിക്കാനല്ലേ? അത് നമുക്കറിയാം. പക്ഷെ ആളുകൾ ഓരോന്നും പറഞ്ഞു വരത്തില്ലേ? മുരളി, നീ പറഞ്ഞത് എങ്ങോട്ടായി പോണേ? ആ, അതൊക്കെ വിട്.
പെൺപിള്ളേരെ ഒരു പ്രായം കഴിഞ്ഞാൽ കെട്ടിച്ചു വിടണം, വീട്ടിൽ നിർത്തരുത്. എത്ര വയസ്സിലായിരുന്നു എന്റെ കല്യാണം? ഞാൻ എത്ര കാലം നിന്നു? അതു പിന്നെ അമ്മ മരിക്കുമ്പോ ഞങ്ങൾ രണ്ടാളും കുട്ടികളല്ലായിരുന്നോ? ചേച്ചിക്ക് ഞങ്ങളെ വളർത്തേണ്ടി വന്നു. നിങ്ങൾ വളർന്നില്ലേ? നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു ജീവിതം ഉണ്ടായില്ലേ? അപ്പോഴും ചേച്ചിയുടെ ജീവിതത്തെക്കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചോ? പ്രായം കഴിഞ്ഞപ്പോ ചേച്ചിക്ക് പിന്നെ കല്യാണമൊന്നും വേണ്ടെന്ന് ഞങ്ങൾ കരുതി. പിന്നെ ചേച്ചി ആ കിളവൻ സാറിനെ കണ്ടുവച്ച വിവരമെല്ലാം ഞങ്ങൾ അറിഞ്ഞോ? മുരളി, എനിക്ക് ആവശ്യം ഇതുപോലെ ഒരു ജീവിതമാണ്. കൂട്ടിനൊരാള്, പിന്നെ കൂട്ടുകൂടാനൊരു മോള് മതി. തൃപ്തിയുണ്ട് ഈ ജീവിതത്തിന്. വിവാഹമൊക്കെ അതിന്റെ സമയത്ത് നടക്കും. ചേച്ചി വാ പറയട്ടെ. സാറേ, ആ മോളെ കൊണ്ടാക്കാൻ വന്നതായിരിക്കും. അതെ. സാറ് ഓട്ടോയ്ക്ക് കാത്തു നിൽക്കുകയായിരിക്കും. ഓട്ടോ കൂലി പോക്കറ്റിലും ആരോഗ്യം ശരീരത്തിലും. വാ സാറേ, നമുക്ക് നടക്കാം. ആ ശരി. സാറ് നടപ്പൊന്നുമില്ലല്ലേ? ഇല്ല, വീട്ടുവളപ്പിൽ ചെറിയ കൃഷിയൊക്കെ ഉണ്ട്. പോരാ, നടപ്പ് തന്നെ വേണം. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതുവരെ അങ്ങനെയൊന്നുമില്ല. ഈ നടപ്പുള്ളതുകൊണ്ടും ചെറുപ്പമായതുകൊണ്ടും അരവിന്ദന് വേറെ അസുഖമൊന്നുമില്ലല്ലോ. സാറേ, രാവിലെ ഷുഗറിന് ഇൻസുലിൻ എടുത്തു, പ്രഷറിന്റെ ഗുളികയും കഴിച്ചു. കൊളസ്ട്രോൾ കുറയുമെന്ന് കരുതിയാണ് ഈ നടത്തം. രാവിലെ ഗോതമ്പ് പുട്ടും രാത്രി ചപ്പാത്തിയും കഴിച്ചു മടുത്തു. അരവിന്ദ, ഇതൊക്കെ ഇപ്പൊ എല്ലാവർക്കും ഉണ്ട്. പിന്നെ നിന്റെ പഠിപ്പീരൊക്കെ എങ്ങനെ പോകുന്നു? അതാണ് ആകെ ഒരു ആശ്വാസം. സാറിൻ്റെ ഫിസിക്സ് ക്ലാസ്സാണ് എന്നെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകനാക്കി മാറ്റിയത്. സാറേ, മോളെ പഠിത്തമൊക്കെ എങ്ങനെ? ബിടെക് ഫൈനൽ ഇയർ. എക്സാം കഴിഞ്ഞാൽ ബാംഗ്ലൂരാണ് ജോലി. അപ്പോൾ സാറും ഇവിടം വിടും അല്ലേ? ടീച്ചർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ ഇവിടം വിട്ട് എങ്ങോട്ടുമില്ല. എന്നാ പിന്നെ സാറ് വിട്ടോ, ഞാനിവിടെ ഒന്ന് ഇരിക്കട്ടെ. ശരി. അയ്യോ ചേച്ചി, വളച്ചുകെട്ടില്ലാതെ ഞാനൊരു കാര്യം പറയാം. ഞങ്ങളെ മോൻ കിച്ചുവിന് നമ്മുടെ ദേവുവിനെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നൊരാഗ്രഹമുണ്ട്. ഇന്നലെ അവളാണ് എന്നോട് പറഞ്ഞത്. എടാ, അതിന് ഞങ്ങൾ ഇതുവരെ അവളുടെ വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ചിന്തിക്കണം ചേച്ചി, അവക്ക് 10-23 വയസ്സായില്ലേ? എടാ, ഇക്കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത് സാറും മോളുമാണ്. സാറിനോട് ഞാൻ അവതരിപ്പിച്ചോളാം. വേണ്ട, രക്തബന്ധത്തിന്ന് വേണ്ട മുരളി, നമുക്കിങ്ങനെ ഒരു ബന്ധം വേണ്ട. ശരി ശരി, നിങ്ങളുടെ ഇഷ്ടം. ബന്ധങ്ങളൊക്കെ നിലനിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. സാറായിരിക്കും. ഇനി നീ ഇതൊന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ ആ കേസേ വിട്ടു. അയ്യോ, ഇതെന്തു പറ്റി? വേർത്തു കുളിച്ച് ഓട്ടോ ഒന്നും കിട്ടിയില്ലേ? ഒരു ശിഷ്യൻ പറ്റിച്ച പണിയാ ഇതുവരെ നടത്തിച്ചു. പിന്നെ മുരളി വന്നിട്ടുണ്ട്. അപ്പം 1-ാം തീയതി കള്ളനിരുന്നതിന്റെ ഫലം കണ്ടു തുടങ്ങി. പതുക്കെ, അവൻ കേക്കും. നീ എപ്പോ വന്നു? ഞാൻ അല്പനേരമായി. അല്ല, പ്രത്യേകിച്ച് എന്തെങ്കിലും? പ്രത്യേകിച്ചൊന്നുമില്ല. ടീച്ചറെ, മുരളിക്ക് ചായ കൊടുത്തു? ഞാൻ ചായ കുടിച്ചു. എന്നാ എനിക്കൊരു ചായ എടുക്ക്. രാവിലെ ഇറങ്ങിയതല്ലേ, നല്ല ക്ഷീണമുണ്ട്. ഞാനും ഇറങ്ങുന്നു. എടാ, അവളോടെ എന്നെ ഒന്ന് വിളിക്കാൻ പറയണേ. അങ്ങോട്ടും വിളിക്കാം. ഞാൻ ആകെ പേടിച്ചിരിക്കുമായിരുന്നു. ഏതായാലും സമയത്തിന് എത്തിയല്ലോ.
എക്സാം എങ്ങാനും മിസ് ചെയ്തിരുന്നെങ്കിൽ എന്ത് ചെയ്താനെ? അതിനല്ലേ എൻ്റെ പൂജ. ഓ. ഹാ. മോള് പോയപ്പോ എന്തോ ഒരിത്. വയസ്സായതുകൊണ്ടാവും അല്ലേ ടീച്ചറെ? 16 വയസ്സ് കഴിഞ്ഞപ്പം പഠിക്കാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ കുട്ടിയാ. ഇപ്പൊ പട്ടാളക്കാരെ പോലെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്ന് കയറും. സാറേ, ഈ വിദ്യാഭ്യാസ രീതിയോട് എനിക്ക് തീരെ മതിപ്പില്ല. കൂടെ നിർത്തി പഠിപ്പിച്ചിരുന്നെങ്കിൽ അവൾ ഇങ്ങനെയൊക്കെ ആകുമായിരുന്നു. എഞ്ചിനീയറിംഗിൽ നല്ല മാർക്ക്, പിന്നെ ക്യാമ്പസ് സെലക്ഷൻ. ആ, കുറച്ചു ദിവസം കഴിഞ്ഞാലേ ആള് ബാംഗ്ലൂർക്ക് പോകും. പിന്നെ ഇങ്ങനെ പോലും കാണാൻ കിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, നമുക്കും അവളുടെ ഒപ്പം പോയി താമസിക്കാന്ന്. ഒരുപാട് ഇഷ്ടം തോന്നി വാങ്ങിയ വീടാണിത്. അത് വിട്ടുപോകാൻ ഒരു മടി. ഹാ. ടീച്ചറെ, മോളെ ഒന്ന് വിളിച്ചേ. അവൾ എവിടെ എത്തിയെന്ന് അറിയാമല്ലോ. ഇനി എക്സാം കഴിഞ്ഞിട്ട് അവൾ ഇങ്ങോട്ട് വിളിക്കട്ടെ. അളിയോ സാറേ, എന്തടാ? സാറേ എന്റെ ബൈക്ക് അതിങ്ങെടുത്താ സാറേ. ഡേയ്, അതിന് ബ്രേക്ക് ഒന്നും ഇല്ലല്ലോ ഡേയ്. ഒന്നുമില്ല സാറേ, അവന്മാരെന്നെ പറ്റിച്ചതാണ്. 3500 എന്റെ വില. എത്ര? 3500 കൂടിപ്പോയാ സാറേ. കഷ്ടം തന്നെടാ. ഇത് മതിയോ സാറേ? ആ, ഇത് മതി. റെഡി ആയില്ലേ ഇതുവരെ? സാർ സാർ ഉം. ഈ രാത്രി ആരോ ചുമ്മാ വിളിച്ച് പറഞ്ഞെന്ന് വെച്ച് ഒരു സെർച്ച് അത് വേണോ സാറേ? പേടിയുണ്ടോ പീറ്ററിന്? എടോ, നമ്മളിട്ടേക്കുന്ന പോലീസിന്റെ കുപ്പായമാണ്. അതല്ല സാർ, രാത്രിയിൽ 3-4 വെള്ളമടി കേസുകൾ പിടിച്ചാൽ നമ്മുടെ പെറ്റി ഓക്കെയായി. ഹരി, സർ, ഇതെന്താ, കഴിക്കുന്നില്ലേ? മോൾക്കൊരു സംബന്ധാലോചന വന്നത് ഇപ്പോഴെങ്കിലും അച്ഛനെ അറിയിച്ചല്ലോ. എന്റെ പൊന്നു സാറേ, അവനൊരു പൊട്ടത്തരം പറഞ്ഞു. ഞാൻ അപ്പോഴും തന്നെ അതിന് മറുപടിയും പറഞ്ഞല്ലോ. കല്യാണച്ചക്കൻ്റെ യോഗ്യത ആരെങ്കിലും ചോദിച്ചാൽ ആരാണ് ഇവിടെ വിദ്യാഭ്യാസം? അതില്ല, പിന്നെ പണമുണ്ട്. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇങ്ങനെ തുടങ്ങിയ അത്താഴം എനിക്കും വേണ്ട. ടീച്ചർ കഴിക്ക്. ടാബ്ലറ്റ് കഴിക്കാനുള്ളതാ. കഴിക്കുന്നേ, നമുക്ക് കഴിക്കാം. വാ, കഴിക്ക്. ഉം. ടീച്ചറെ, ഉം. എനിക്കൊരു ഐഡിയ തോന്നുന്നു. നമുക്ക് കൂടി ബാംഗ്ലൂർക്ക് പോയാലോ? ഉം. അവളെ ഒറ്റയ്ക്ക് അയക്കാൻ പേടിയുണ്ടല്ലേ? പിന്നെ അവളെ എന്റെ മോളാ. ചുറ്റും അസൂയ കൂട്ടങ്ങളാ ടീച്ചറെ. അല്ല, അവൾ ഇതുവരെ വിളിച്ചില്ലല്ലോ ടീച്ചറെ. ഓ, അവള് വിളിച്ചോളും സാറേ. അവൾ എക്സാം കഴിഞ്ഞ് അവളുടെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോണോന്ന് പറഞ്ഞില്ലായിരുന്നോ? അവള് വിളിച്ചോളും. ആ, ഞാനെടുക്കാം. മോളായിരിക്കും. സ്പീക്കറിലിട്. ഹലോ, അമ്മയല്ലേ? മോള് പറഞ്ഞോ. അമ്മ ആഹാരം കഴിക്കുമായിരിക്കും അല്ലേ? അമ്മ, എന്താ മോളെ? അച്ഛൻ അടുത്തുണ്ടോ? അച്ഛൻ അടുത്തുണ്ട് മോളെ. അമ്മ, നീ പറഞ്ഞോ, കേക്കാം. അമ്മ, അച്ഛ എന്നോട് ക്ഷമിക്കണം. എനിക്കൊരാളെ ഇഷ്ടമാണ്. ഇന്ന് ഞാൻ അയാളോടൊപ്പം പോവാ. നാളെ മതി മതി. ആ, ഇനി നീ കൂടി ഇരി.
കിച്ചു വരട്ടെ. അവൻ വരാൻ ഇനിയും വൈകും. സാരമില്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. നീ അവനോട് ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയ കാര്യമൊന്നും പറയണ്ട. അല്ല, നമ്മുടെ കിച്ചുവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉണ്ട്, പഠിത്തം. വലിയ പഠിപ്പുകാര് ജീവിക്കുന്നതിലും ഭംഗിയായിട്ടാ അവൻ ജീവിക്കുന്നത്. പക്ഷേ ഈ ആലോചന ചേച്ചിക്ക് പോലും പിടിച്ചിട്ടില്ല. പിന്നെ സാറിനോട് ചോദിച്ചാലോ? അയാൾക്ക് പണ്ടേ നിങ്ങളെ കണ്ടൂടാ. നിങ്ങൾ ചേട്ടനും അനിയനും കൂടിയല്ലേ ആ കല്യാണം മുടക്കാൻ നടന്നത്? മുടക്കാനൊന്നുമല്ലടി. അയാളെ ആദ്യം കണ്ടപ്പോൾ ഞങ്ങൾക്ക് പിടിച്ചില്ല. പിന്നെ വയസ്സാം കാലത്തൊരു പ്രേമവും. ആ ചൊരുക്ക് അദ്ദേഹത്തിന് ഇപ്പോഴും മനസ്സിലുണ്ട്. പിന്നെ കിച്ചുവിന് ഇങ്ങനെ ആഗ്രഹമുണ്ടെന്ന് നമ്മൾ വിചാരിച്ചോ? നിങ്ങൾ ആഹാരം കഴിക്കും. അവനെ നല്ല പെണ്ണ് വേറെ കിട്ടും. സാറേ, ഇങ്ങനെ ഇരുന്നാലോ? നീ ദേവുവിനെ ഒന്നുകൂടി ഫോൺ ചെയ്ത് നോക്ക്. എത്ര തവണ നോക്കി, ഫോൺ സ്വിച്ച് ഓഫാ. സാറേ, ആരോടെങ്കിലും ഒന്ന് പറയാവോ? ആരോട്? അതിന് നമുക്കാരാ ഉള്ളത്? ആഹാ, അത് ശരി. അപ്പൊ ഇതിലിരുന്ന് കളിക്കാനാണല്ലേ അത്താഴമൊക്കെ നേരത്തെയാക്കി പണി തീർത്തത്? കളിയോ? അങ്ങനെ ഒന്നുമില്ല. ഇതിൽ കുറേ വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്. എല്ലാം ബിസിനസ്സുകാരാണ്. അവരുമായിട്ടുള്ള കണക്ഷൻസ് നിലനിർത്തണ്ടേ? ഓ, പിന്നെ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ അല്ലേ നിങ്ങളുടെ ബിസിനസ്സുകാര്? നിനക്കിതൊക്കെ അറിയാമല്ലേ? പിന്നെ ഞാൻ പൊട്ടിയല്ലേ? ഓ, ചേച്ചിയാണല്ലോ. സോറി പറയാനായിരിക്കും. ചേച്ചിയാണ് ആള് സോറി പറയാൻ. ഹലോ, എപ്പോഴാ വിളിച്ചത്? ഇപ്പൊ സാറെന്ത് ചെയ്യുന്നു? ഞാനിപ്പോ വരാം. എന്താ? നീ ഡ്രസ് ചെയ്യ്, എല്ലാം പറയാം. ടീച്ചറെ, അവളുടെ കൂട്ടുകാരി എന്ത് പറഞ്ഞു? അത് ഞാൻ എത്ര തവണ പറഞ്ഞു. അവൾ എക്സാം കഴിഞ്ഞു പോകുന്ന കണ്ടുന്ന്. പിന്നെ കല്യാണമെന്ന് പറഞ്ഞത്? അത് നമ്മുടെ മോടെ കല്യാണമായിരിക്കും. അനൂപേ, ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് പൊക്കോ. ഷോപ്പ് ഞാൻ ക്ലോസ് ചെയ്തേക്കാം. ശരി, ഓക്കെ. അണ്ണാ, ഞാൻ ഷോപ്പ് അടയ്ക്കാൻ പോകുന്നേ ഉള്ളൂ. എന്താ ഈ രാത്രിയിൽ? എന്തെങ്കിലും വിശേഷിച്ച്? ആ, ശരി ശരി, നിങ്ങൾ ഇറങ്ങിക്കോ, ഞാൻ ഉടനെ ഇറങ്ങാം. അനൂപേ, നീ നിൽക്ക് കേട്ടാ, ഞാൻ ഇറങ്ങുകയാണ്. എനിക്കൊരു അത്യാവശ്യം. ഇങ്ങനെ ഇരുന്നാ മതിയോ? അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചല്ലോ. നമുക്കെന്തേലും സംഭവിച്ചാ ആദ്യം അറിയേണ്ടവര് വിളിച്ചു പറഞ്ഞത് കേട്ടല്ലോ. ഇനി എന്തേലും പറയാൻ എന്റെ അനിയന്മാരേ ഉള്ളൂ. അവര് വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. എന്ത് തീരുമാനിക്കാൻ? അവള് നമ്മളെ പറ്റിച്ചതായിരിക്കും. അവള് രാവിലെ ഇങ്ങ് വരും. സാറേ, ഇവിടെയെങ്ങും ആരുമില്ല. ഇതാ ഞാൻ ആരുടെയും വാക്ക് കേട്ട് ഇറങ്ങേണ്ട കാര്യമില്ലായിരുന്നു. പീറ്ററെ, സമയമാകുന്നതേ ഉള്ളൂ. സാറേ, ഇനി എങ്ങോട്ടാ? ഇങ്ങോട്ട് ഇവിടെ ഹരി. വേണ്ട സാറേ, ഈ റോഡിൽ ചില ഗല്ലികളുണ്ട്. രാത്രിയിൽ ക്രിമിനലുകളുടെ കേന്ദ്രമാണ്. ഇത് നമ്മുടെ സ്റ്റേഷൻ പരിധിയല്ലേ ഹരി? പിന്നെ നമ്മുടെ സ്റ്റേഷൻ പരിധി തന്നെ.
നമ്മൾ പോലീസല്ലേ പീറ്റർ സാറേ, നമുക്കെന്ത് ക്രിമിനൽസ്. അണ്ണൻ തന്നെ സാറിനോട് പറ. വേണ്ട, അങ്ങേർക്ക് പണ്ട് എന്നെ ഇഷ്ടമല്ല. നീ പറയേ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് സ്റ്റേഷനിലേക്ക് പോകാം. ചേച്ചി, അവൾക്ക് ആരോടെങ്കിലും ഇഷ്ടം അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ചേച്ചിക്ക് അങ്ങനെ വല്ല സംശയവും? ഇല്ല. ഇപ്പോഴത്തെ മക്കളുടെ മനസ്സിലിരിപ്പൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല ചേച്ചി. പിന്നെ ഇങ്ങനെ ഇരുന്ന് കരയാതെ. നമുക്ക് പോലീസിൽ അറിയിച്ചാലോ? ആ, നീ വാ. സാറേ, ഇങ്ങനെ ഇരുന്ന് നേരം വെളുപ്പിച്ചിട്ട് കാര്യമില്ല. നമുക്ക് പോലീസിലൊരു കംപ്ലൈൻറ്റ് കൊടുത്താലോ? അണ്ണനും അത് തന്നെ പറയുന്നത്. എനിക്ക് ചില പോലീസ് സുഹൃത്തുക്കളുണ്ട്. അവരോട് ഞാൻ വിവരം പറഞ്ഞു. എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കണമെന്നാണ് പറയുന്നത്. കണ്ടോ, നിന്റെ അനിയന്മാർ വന്ന പണിയുണ്ടോ? നാട്ടുകാരെയും പോലീസിനെയും ഒക്കെ അറിയിച്ചു. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇവർക്കൊക്കെ മനുഷ്യനെ നാണം കടത്തിയാൽ മതിയല്ലോ. നാണോ മാനോ നോക്കിയിരുന്നാൽ കൊച്ചെവിടെയെങ്കിലും പോകും. നമുക്ക് ദേവുവിനെ വേണമെങ്കിൽ ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്റെ മോൾ ഒരിടത്തും പോകില്ല. അവള് രാവിലെ ഇന്ന് വരും. സാറേ, അങ്ങനെ വിശ്വസിച്ചിരിക്കണോ നമ്മൾ? സാറേ, നമുക്ക് പോലീസിൽ അറിയിക്കാം. എന്റെ മോൾക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയണം. ഈ രാത്രി ഒന്ന് ഇരുട്ടി വിളിക്കട്ടെ. അത് മതി, നമുക്ക് രാവിലെ പോയി കംപ്ലൈന്റ് ചെയ്യാം. സാറേ, നിങ്ങൾ പോയി കിടക്ക്. രാവിലെ നമുക്ക് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാം. ഇന്ന് ദീപ ഇവിടെ ഉണ്ടാകും. എന്നാ നമുക്ക് ഇറങ്ങിയാലോ? ഞങ്ങൾ രാവിലെ വരാം. ഇങ്ങോട്ട് വേടാ. ഇവനെടുത്ത് അകത്തിട്. വിടടാ. എന്റെ പപ്പ ആരാണെന്ന് അറിയാമോടാ? ഒരു തന്നെ നേരെ തൊപ്പി കാണത്തില്ല. ഒരു തന്നെ. അവന്റെ ഒരു പപ്പ. അകത്തിട്. ആടേടാ. സാറേ, വേണ്ട സാറേ, അയാളെ വിട്ടേര്. കേസെടുക്കരുത്, ലോക്കപ്പിലാക്കരുത്. അതാ നമുക്ക് നല്ലത്. എന്താവിടെ പീറ്റർ താനീ പറയുന്നത്? അവൻ ചെയ്ത കുറ്റം തനിക്കും അറിയാവുന്നതല്ലേ? സാർ, അത് നമുക്ക് ഓടിപ്പോയമ്മയുടെ തലയൊലിക്കാം. ഇവനെ അങ്ങ് വിട്ടേക്ക് സാർ. ഇവൻ ആരാ? പറ പീറ്ററെ, ഇവൻ തന്റെ ആരാ? ഇവന്റെ പപ്പയെ സാറിന് അറിയുമോ? എവിടെ എത്തിയിടാ വക്കീലേ? അപ്പം ഞാൻ സ്റ്റേഷനിൽ എത്തിയാലും താൻ എത്തൂല അല്ലേ? എന്റെ ചെക്കനെ ഇപ്പൊ ഇറക്കിയിരിക്കണം. പറയാനുള്ളതൊന്നും ഇങ്ങോട്ട് പഠിപ്പിക്കണ്ട. എന്റെ ചെക്കനെ ഒന്ന് ഇറക്കിക്കോട്ടെ. എന്നിട്ടാ എസ് ഐ ഞാൻ ഒരു കളി പഠിപ്പിക്കുന്നുണ്ട്. താൻ വേഗത്തിൽ വേണോ? ചവിട്ടി വിടോ സാറേ. സാറിന് എന്തിന്റെ എനക്കേടാ സാറേ? എന്താ താൻ ഉദ്ദേശിക്കുന്നത്? സാറിന് അറിയില്ലേ, ജെയ്സൺ സാർ പറഞ്ഞതാ. അതും ഇതുപോലുള്ള കേസുകളിൽ. എന്ത് കേസെന്നാ അയാൾ പറയുന്നത്? കഞ്ചാവോ മയക്കുമരുന്നോ? അത് ഓടിപ്പോയമ്മയുടെ കയ്യിൽ നിന്ന് പിടിച്ചതല്ലേ? ഓടിപ്പോയവന്മാർ ഇവന്റെ കയ്യിൽ നിന്ന് സാധനം വാങ്ങാൻ വന്നതായിരിക്കും. അല്ലെങ്കിൽ അത് അവൻ പറയട്ടെ. അതിനിത്തിരി പ്രയാസമായിരിക്കും. ചാച്ചി, മിണ്ടാരിയടാ. മുറയ്ക്കെന്റെ കുഞ്ഞമ്മയായിട്ട് വരും. നമ്മളെ വീടിന്റെ അടുത്തുള്ളതാണ്. എന്താ മോൻ? മോൻ പേടിക്കണ്ട, പപ്പയെ വിവരം അറിയിച്ചിട്ടുണ്ട്. മുതലാളി ഉടനെ വരും. തനിക്ക് പറ്റുമെങ്കിൽ താൻ ഇറക്കാൻ നോക്ക്. മുതലാളി ഒന്ന് വന്നോട്ടെ. പോറ്റി വരുമോ സാറേ? ഉണ്ടായിരടാ. മോനെ കഴിക്കാൻ എന്തെങ്കിലും? എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചാ സാറേ? ചുമ്മാ
മുതലാളി വന്നിട്ടുണ്ട്. എന്റെ കുഞ്ഞെവിടെയാടോ പീറ്ററെ? ലോക്കപ്പിലാണ്. മുതലാളി വരണം, മോനെ കാണാം. വേണ്ട, എന്റെ മോൻ ലോക്കപ്പിൽ കിടക്കുന്നത് ഞാൻ കാണണ്ട. താനൊക്കെ ഇവിടെ ഉണ്ടായിട്ട് എന്ത് കാര്യമാണ്? സാറ്, ആ എസ് ആണ് പിശക. പറഞ്ഞാലെന്ത് കേൾക്കണ്ടേ? അവന് എത്ര കൊടുക്കേണ്ടി വരും? വാങ്ങില്ല. മോളിന്ന് വിളിച്ചാലോ? ഫോൺ അടിക്കില്ല. ആര് പറഞ്ഞാലും കേൾക്കുകയില്ല. അതല്ലേ പ്രമോഷൻ പോലും കിട്ടാതെ ഇരിക്കുന്നത്. എന്തു പറ്റി? പറയാം, എനിക്കൊന്ന് ഇരിക്കണം. ആ സാർ വരണം. ചേച്ചി, ചേച്ചി ചായെങ്കിലും കുടിക്കേ. അവർ വരട്ടെ. അതിനവരിപ്പോഴല്ലേ പോയുള്ളൂ. ചേച്ചി എത്ര നേരമായി ഇരിപ്പ് തുടങ്ങിയിട്ട്? ഈ ചായയെങ്കിലും കുടിക്കുക ചേച്ചി. സാറൊന്നും പറഞ്ഞില്ല. ഞാൻ പറയാത്ത വല്ല ഓഫർ മനസ്സിലുണ്ടോ? രാഷ്ട്രീയത്തിൽ അത്യാവശ്യ പിടിപാടൊക്കെ ഉണ്ട് എനിക്ക്. നമുക്ക് ആ മുടങ്ങിക്കിടക്കുന്ന പ്രൊമോഷൻ ഒന്ന് റെഡിയാക്കിയാലോ? അത് കൊള്ളാം. നിങ്ങളുടെ മകന്റെ കയ്യിൽ നിന്നും MDMA വാങ്ങി സ്വയം നശിച്ചുപോയ കുറെ ചെറുപ്പക്കാരുണ്ട്. അവൻ തകർത്തെറിഞ്ഞത് അവരുടെ ജീവിതം മാത്രമല്ല, അവരുടെ കുടുംബത്തെ കൂടിയാണ്. നിങ്ങൾ അതിനൊരു പരിഹാരം പറയൂ. എനിക്ക് ഒരുത്തന്റെയും കുടുംബം നന്നാക്കാനുള്ള പണിയില്ല. എന്റെ കുടുംബത്തിൽ ഒരുത്തൻ കേസിൽ പെട്ടിട്ടുണ്ട്. അവനെ ഇവിടെ നിന്ന് ഇറക്കാൻ പറ്റുമോ ഇല്ലേ? ഒറ്റ ചോദ്യം. സോറി, യെസ് എന്നൊരു ഉത്തരം പറഞ്ഞാൽ അത് ഞാൻ ഈ യൂണിഫോമിനോട് കാണിക്കുന്ന നീതികേടായിരിക്കും. എന്റെ മകനാണ് നിങ്ങൾ അകത്ത് വെച്ചിരിക്കുന്നത്. ഇനി അവനെ എങ്ങനെ ഇറക്കണമെന്ന് എനിക്കറിയാം. മക്കളെ നേരെ വളർത്തണമായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ പോലീസ് സ്റ്റേഷനിൽ തിണ്ണതിരങ്ങേണ്ടി വരില്ലായിരുന്നു. സാറ് വീട്ടിൽ ചെന്ന ജാതകം ഒന്ന് നോക്കണം. ജയ്സാ, അതിൽ എഴുതിയിട്ടുണ്ടാവും തന്റെ കണ്ടകശനി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഈ ജാതകത്തിൽ വലിയ വിശ്വാസമൊന്നുമില്ല. മണിവർണ്ണ, തന്റെ മകന് പുതിയൊരു ജാതകം എഴുതിക്കോളൂ. ആ പഴയതിൽ MDMA കേസൊന്നും കാണത്തില്ല. ആ, എനിക്ക് വേറെ പണിയുണ്ട്. ഞാനും ഒരു പണി തരുന്നുണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. വളരെ വിഷമത്തിലാണ്. സാറ് വിഷമിക്കണ്ട. ഇതൊക്കെ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കളിയല്ലേ. നമ്മളെയൊക്കെ പേടിപ്പിച്ച് ഓരോ കാര്യങ്ങൾ സാധിക്കാനായിട്ട് നമുക്ക് SIയെ കാണാം. വാ. എന്റെ അപ്പം വന്നപോലെ പോയല്ലേ? അപ്പനല്ല, പപ്പ. രണ്ടായാലും പോയല്ലേ? SI ഒതുങ്ങി കാണത്തില്ല. റാസ്കൽ, വൃത്തികെട്ടവൻ. നല്ലവനാണ്. അതല്ലേ എന്നെ ഇന്നലെ കോടതിയിൽ പോലും കൊണ്ടുപോവാത്തത്. ഞാൻ ഇന്നലെ കയറിയ അമ്പലത്തില് പോറ്റിക്ക് എവിടെ ഒരു പൂജ ഉണ്ടായിരുന്നു. പോറ്റി ഇന്ന് വരും. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് പോറ്റിയും പറഞ്ഞ SI സാർ എന്നെ വിടാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആരെങ്കിലും ഉണ്ടാ വന്ന് പറയാ? ഓടാ, പോറ്റി വരട്ട്, ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാം. സാറേ, സാറും കൂടി ഒന്ന് കയറണം. SI സാറിന് പരിചയമുണ്ട്, പേടിക്കാനൊന്നുമില്ല. വാ. ഞാൻ ഇവിടെ നിൽക്കാം. പേടിക്കണ്ട, വാ. സാർ, ഇനി ഒന്നും പറയണ്ട പീറ്ററെ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. വണ്ടിയെട്. ആ പൊട്ടനോട് ചെക്കിനെ ഇറക്കി വിടാൻ പറഞ്ഞു. സാറേ, കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ പേപ്പർ സാറിനെ കൊണ്ട് വലിച്ചീറി കളയാൻ പറ്റുമോ? വെറുതെ പൊട്ടത്തരം പറയില്ലേ സാറേ.
ദേവുനാരോ ട്രാപ്പിലാക്കിയെന്ന സാറ് പറയുന്നത്. മോൾ ഈ കാര്യം വിളിച്ചു പറയുമ്പോൾ അങ്ങനെ വല്ല സംശയം തോന്നിയിരുന്നു? ഇല്ല. സാർ, ഇത് ഞങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് അന്വേഷിക്കാം. സാറ് വിഷമിക്കണ്ട, സാർ ധൈര്യമായി പൊയ്ക്കോളൂ. മകൾ എവിടെ ഉണ്ടെങ്കിലും ഞാൻ സാറിന്റെ മുന്നിൽ എത്തിച്ചിരിക്കും. ഒരു നിമിഷം, സാറിന്റെ ആരാ? ഞങ്ങളുടെ ചേച്ചിയാ, സാറിൻ്റെ വൈഫ്, ദേവുവിൻ്റെ അമ്മയാ. ശരി, ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കണം. ഹരി സഹായിക്കും. പിന്നെ സാറിനോട് ധൈര്യമായിരിക്കാൻ പറയണം. ശരി. ശരി സാർ. സാറേ, മറ്റേ സാറിന്റെ മോള് ചാടി പോയാ സാറേ? ഹരി, നീ എന്താടാ അവിടെ നിറഞ്ഞത്? മണി മണി കണക്ക് പറഞ്ഞേ. എന്റെ പൊന്ന് സാറേ, എനിക്കൊന്നും അറിഞ്ഞൂടാ. ഞാൻ വെറുതെ ഒരു നമ്പർ ഇട്ടല്ലേ. നിന്റെ അണപ്പല്ലടിച്ച് താഴെ ഇടും. എന്താണ് അവിടെ നടന്നേ? ഞാൻ പറയാം സാറേ, ഞാൻ പറയാം. ഇങ്ങോട്ട് വിളിക്കണ്ട, ഫോണ് സൈലന്റിലാ. പറഞ്ഞതൊക്കെ എടുത്തിട്ടുണ്ട്. ഇല്ല, ആർക്ക് സംശയമൊന്നുമില്ല. ശരി, ഞാൻ വയ്ക്കുവാ. ആ, സാറേ, ഞാൻ ഇത്രേ കേട്ടോളൂ. ഹരി, ഇവനെ എഴുതി വെച്ചു വിട്. നീ പൊയ്ക്കോ. എടാ പൊയ്ക്കോളാനാണ് പറഞ്ഞത്. ലോക്കപ്പ് തുറ സാറേ. എടാ വീട്ടിൽ പോകാനാണ് പറഞ്ഞത് നിന്റെ അടുത്ത്. അപ്പൊ പോറ്റി വരണ്ടേ സാറേ? ഇവനെ പറഞ്ഞു വിട്. വാടാ സാറേ, എന്റെ മുണ്ടും ഷർട്ടും. വാ വാ. എന്താ സാർ, ആ ജിൻസന് അല്ല പ്രതിയെ കോടതിയിൽ ഹാജരാക്കണ്ടേ? അതിന് ഞാൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല, സംഭവം റിസ്ക് ആണ് പീറ്ററെ. സാർ, പീറ്റർ ചെല്ല്. ഓ, എന്നെ ഇറക്കി വിട്ടോടാ. എന്നെ പറഞ്ഞു വിട് സാറേ. 2 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു വിട്ടാ പോരാ സാറേ? ഇനി ആ ജംഗ്ഷനിൽ മൊട്ട വെയിലത്ത് നിന്ന് പെയിന്റ് അടിക്കണ്ടേ? സെൽവേന്റെ പണിയാണെന്ന്. വിളിക്കുമ്പോ വരണം സാറേ. വിളിക്കണേ 9 മണിക്ക് വിളിക്കണേ സാറേ. പണിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വിടൂല. ശരി സാറേ. ആ മുണ്ടെടുത്തോണ്ട് പോടാ. സാർ, എന്താ വിളിപ്പിച്ചത്? സാർ, എന്താ സാർ ഇത്ര വലിയ ആലോചന? ആ മണിവർണ്ണന്റെ ഹരി ഇരിക്കൂ. വേണ്ട സാർ. ഇരിക്കണോ സാർ? ഹരി, ഞാൻ ആലോചിക്കുന്നത് ഇന്നലെ വെളുപ്പിന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കിയ പെൺകുട്ടിയെക്കുറിച്ചാണ്. അവൾക്ക് എന്തായിരിക്കും സംഭവിച്ചത്? അത് നമ്മുടെ സാറിന്റെ മകളല്ലേ? അതേതോ പയ്യന്റെ കൂടെ ചാടിപ്പോയതാണെന്ന് തോന്നുന്നു. ആ ഗോപി പറയുകയും ചെയ്തല്ലോ നമ്മളോട്. ഇതൊരു ഒളിച്ചോട്ടമാണെന്ന് പറഞ്ഞ് എഴുതി തള്ളാനാകുമോ? എനിക്ക് മനസ്സിലായില്ല സാർ. അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് അവൻ വിളിച്ചിരുന്നു. എന്തോ എടുക്കാൻ അവൾ ഓർമ്മിപ്പിച്ചു. അതെന്തായിരിക്കും? ആലോചിക്കാൻ ഒന്നുമില്ല ഹരി. ഓർണമെന്റ്സ്. അല്ല സാറേ, പുതിയ ജീവിതത്തിലേക്കുള്ള തുടക്കമല്ലേ? അവരുടെ കൈവശവും എന്തെങ്കിലുമൊക്കെ വേണ്ടേ? പിന്നെ എന്തുകൊണ്ടാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത്? അതൊരു സമ്മർദ്ദതന്ത്രം. എന്തിന്? പ്രായമായ അധ്യാപക ദമ്പതികളുടെ ഏകമകൾ. ഒരു സമ്മർദ്ദവും വേണ്ട ഹരി. അവർ സമ്മതിക്കും. അല്ലെങ്കിൽ തന്നെ പ്രായപൂർത്തിയായ സ്ത്രീക്കും പുരുഷനും ഇഷ്ടാനുസരണം വിവാഹം കഴിക്കാനും ഒന്നിച്ച് ജീവിക്കാനും ഇവിടെ നിയമം അനുവദിക്കുന്നുണ്ട്. അവൾ എഡ്യൂക്കേറ്റഡാണ്. അവൾക്കെല്ലാം അറിയാം. പിന്നെന്തിനീ നാടകം? സാറേ,
ആ ആ അരവിന്ദ കയറി വാ. ഇരിക്കെ. സാറേ പിന്നെ സാറേ മോളെക്കുറിച്ചൊരു താൻ അറിഞ്ഞത് നേരാടോ? ടീച്ചറെ, എൻ്റെ ഒരു സുഹൃത്ത് ദേവുവിൻ്റെ കോളേജിലെ പ്രൊഫസറാ. അയാളാ എന്നോട് പറഞ്ഞത്. ഞങ്ങളെക്കാൾ ഞങ്ങൾ സ്നേഹിച്ചത് അവളെയായിരുന്നു. അവൾക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ. കേട്ടോ സാറേ, ഈ മക്കളുടെയൊക്കെ വിചാരം അവരുടെ ഇഷ്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നാണ്. അവളുടെ വിവാഹത്തെക്കുറിച്ച് ഒരുപാട് മനക്കോട്ട കിട്ടിയിരുന്നു. ആ കോട്ടയെല്ലാം പൊളിഞ്ഞടോ. പോലീസിൽ അറിയിച്ചല്ലോ. ആ, ആരെങ്കിലും കൊണ്ട് നമുക്കൊന്ന് വിളിപ്പിക്കാം. വേണ്ട, എസ് ഐ എനിക്കറിയാവുന്ന ആളാ. എന്നാ സാറേ ഞാൻ ഇറങ്ങട്ടെ. അരവിന്ദ, ആ പ്രൊഫസർ വേറെന്തെങ്കിലും പറഞ്ഞോ? അത് പിന്നെ ദേവുവിനൊരു അഫയറുണ്ടെന്ന് പറഞ്ഞു. കോളേജിനടുത്തുള്ള കമ്പ്യൂട്ടർ സെന്ററിലെ പയ്യന. അവനും ഇന്നലെ മുതൽ മിസ്സിംഗ് ആണ്. അണ്ണാ, ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്നത് സാറിന് ഇഷ്ടപ്പെടുമോ? അതോ എടുത്തോണ്ട് പോകാൻ പറയൂ? എന്തിന്? സാറാകെ തളർന്ന അവസ്ഥയിലാണ്. രാത്രി ചേച്ചി എന്നെ വിളിച്ചിരുന്നു. ആ, എന്താടാ ഇതൊക്കെ? നിങ്ങൾ ഫുഡൊന്നും ഉണ്ടാക്കിയില്ലെന്നറിയാം. ഇങ്ങനെ ഇരുന്നാൽ മതിയോ ചേച്ചി? ആ, സാറെവിടെ? വാ. ആ, നിങ്ങളിങ്ങനെ ഇരുന്നാൽ മതിയോ? പോലീസ് അന്വേഷിക്കും, കണ്ടുപിടിക്കും. ഞങ്ങളും ചില സോഴ്സുകൾ കണ്ടുവച്ചിട്ടുണ്ട്. സാറേ, ഇത് നമ്മുടെ കുടുംബത്തിൽ മാത്രം സംഭവിക്കുന്ന കാര്യമൊന്നുമല്ല. നമ്മുടെ കുടുംബത്തിലേക്ക് വരുമ്പോഴല്ലേ അതിൻ്റെ ആഴവും പരുപ്പും നമുക്ക് മനസ്സിലാവൂ. തളർന്നു പോയടോ. ഉറക്കം കിട്ടുന്നില്ല. കണ്ണടച്ചാൽ ഏതോ ചില രൂപങ്ങൾ വന്ന് പേടിയാക്കുന്നു. ഇനി ആർക്കു വേണ്ടിയാ ഞങ്ങൾ ജീവിക്കുന്നത്? എന്തിനു വേണ്ടിയാ ജീവിക്കുന്നത്? നിങ്ങളെല്ലാം അധ്യാപകരല്ലേ? കുട്ടികളെ മനസ്സറിയുന്നവരല്ലേ? നിങ്ങളും കുട്ടികളെ പോലെ ആയാലോ? ചേച്ചി, ഓടിത്തളർന്ന ഒരു ദിവസം അവൾ ഇവിടെ തന്നെ വരും. ഇടയ്ക്കൊന്ന് പരിക്ക് പറ്റി വീണാലും അവളെ വഴിയിൽ നമുക്ക് കളയാൻ പറ്റുമോ? ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ കഴിയണം. രണ്ടാളും ആഹാരം കഴിക്കണം. കഴിക്കാം. നിങ്ങൾക്ക് പല കാര്യങ്ങളുമില്ലേ, നിങ്ങൾ പൊക്കോളൂ. ഞങ്ങൾ കഴിച്ചോളാം. നിങ്ങൾ പൊയ്ക്കോ. രണ്ടു മൂന്ന് ദിവസം ലീവ് എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ സാർ? ഒരുപാട് ദൂരം ഓടാനുണ്ട് ഹരി. ഈ ഒളിച്ചോട്ടത്തിന്റെ പിറകെ നമ്മൾ പോയിട്ട് എന്താ കാര്യം സാർ? ഒരു ഒളിച്ചോട്ടമായിരുന്നു ഇന്നലെ വരെ. പക്ഷേ ഇപ്പോഴതല്ല. രണ്ടാളുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇതുവരെ എന്തിന്? എല്ലാ സ്റ്റേഷനിലേക്കും മെസ്സേജ് പാസ് ചെയ്ത് കഴിഞ്ഞു. ഇവരെക്കുറിച്ച് വല്ല അറിവുമുണ്ട്? ഇവർ കാണാമറയത്ത് ഒളിച്ചിരിക്കുന്നത് എന്തിന്? കഴിക്കണം. എന്റെ വായും വയറും എല്ലാം മരവിച്ചു പോയി ടീച്ചറെ. ആർക്കാ വിശപ്പ്? എനിക്കങ്ങനെ ഒരു തോന്നലേ ഇല്ല. വേണ്ടെങ്കിലും ഇത് കഴിക്കണം ടീച്ചറെ. സ്നേഹമുള്ളത് കൊണ്ടല്ലേ അവർ ഇത് കൊണ്ടുവന്നത്. നമ്മുടെ കണക്കൂട്ടെല്ലാം തെറ്റിപ്പോയി. നമ്മൾ ഈ നിലയിലെത്തിയപ്പോൾ ബന്ധുക്കളൊന്നും വേണ്ടെന്നായി. അത് വല്ലാത്ത അകലമാണ് മനസ്സിലുണ്ടാക്കിയത്. ആ അകലം അവരുടെ മനസ്സിലുണ്ടായിരുന്നില്ലല്ലോ. നമുക്ക് ഇവിടെ ഒന്ന് അന്വേഷിച്ച് തുടങ്ങാം. ആ ഹരി ഇരിക്കും. യെസ് സാർ.
എന്താ സാർ, വല്ല വിവരവും? ചില കാര്യങ്ങളൂടി അറിയാനുണ്ട്. അകത്തിരിക്കാം. ടീച്ചറേ, ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? ചായ എടുക്ക്. വേണ്ട. പറഞ്ഞു. സാർ ഇരിക്കണം. ടീച്ചർ ഇരിക്കേ. അതിനുശേഷം മകൾ വിളിക്കുകയോ മെസ്സേജ് ഇടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. അവൾ എങ്ങോട്ടാണ് പോയത്? അതെങ്കിലും അറിയാൻ കഴിഞ്ഞോ സാർ? ബാംഗ്ലൂരിലേക്ക് ടിക്കറ്റ് എടുത്തിരുന്നു. പക്ഷേ അടുത്ത സ്റ്റേഷനിൽ എവിടെ ഇറങ്ങി. അവളുടെ ഒരു കാര്യത്തിനും എതിര് നിൽക്കുന്ന മാതാപിതാക്കളായിരുന്നില്ല ഞങ്ങൾ. പിന്നെ എന്തിനവളിത് മറച്ചു വെച്ചു? മകളുടെ വിവാഹത്തെക്കുറിച്ച് നമുക്കൊരു സ്വപ്നമുണ്ടായിരിക്കുമല്ലോ. അതെ, അങ്ങനെ ഒരു ആഗ്രഹം ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. നമ്മൾ ആഗ്രഹിച്ച പോലെ നടക്കില്ല എന്നറിയുമ്പോൾ അവരെ ഇഷ്ടത്തെ എതിർക്കാൻ നമ്മൾ ശ്രമിക്കാറില്ലേ? അതറിയില്ല. അവളെങ്ങനെ കരുതിയിട്ടുണ്ടാവാം. മകൾ എങ്ങനെയായിരുന്നു വീടുമായിട്ട്, അതായത് നിങ്ങളുമായിട്ടുള്ള അടുപ്പം? നല്ല ബന്ധമായിരുന്നു. പിന്നെ വീട്ടിൽ നല്ലല്ലോ പഠിച്ചത്. സ്നേഹം മുഴുവൻ ഫോൺ വിളിയിലൂടെ ആയിരുന്നു. അല്ലേ ടീച്ചർ? ഓർണമെന്റ്സ് ഒക്കെ ഒത്തിരി വാങ്ങി വെച്ചിരുന്നു. കുറച്ച്. പെണ്ണല്ലേ, അതും ഒന്നല്ലേ ഉള്ളൂ. അതും ദേവ് കൊണ്ടുപോയി. അത് അവൾക്ക് വേണ്ടി വാങ്ങിയതല്ലേ. ആരായിരുന്നു ദേവിന്റെ ബെസ്റ്റ് ഫ്രണ്ട്? ഫ്രണ്ട്സ് ഒരുപാടുണ്ടായിരുന്നു. എങ്കിലും ബെസ്റ്റ് ഫ്രണ്ട് അനാമിക. കുഞ്ഞിലേ ഉള്ള കൂട്ട. അവളുടെ അച്ഛൻ ഇവിടുത്തെ സ്റ്റേഷനിലെ പോലീസുകാരനായിരുന്നു. ഒരു മോഹനൻ നായർ പെൻഷനായി. ഇപ്പോൾ താമസം കൊല്ലത്തെവിടെയാണ്. ഇവർ രണ്ടുപേരും ബിടെക്കിന് ഒരേ കോളേജിലായിരുന്നു. ടീച്ചർ, ആ കുട്ടിയുടെ നമ്പർ ഒന്ന് തരണം. എടാ മോനെ ഹരി, നീ ഇത്തിരി കറുത്തു പോയല്ലടാ. ഓട്ടമല്ലേ സാറേ? വാ വാ വാ, വരണം സാർ. ഇതെന്താ യൂണിഫോമും പോലീസ് വണ്ടിയൊന്നും ഇല്ലാതെ? വെറുതെ ഒരു സീൻ ഉണ്ടാക്കണ്ടെന്ന് കരുതി. ഇത് ചോദ്യം ചെയ്യലല്ലേ? അവിടെ പോലീസിന്റെ ഒരു പവർ കാണിക്കണ്ടേ? ചില കാര്യങ്ങൾ അറിയണം, അത്രേ ഉള്ളൂ. കാര്യങ്ങൾ അറിയണമെങ്കിൽ ചോദിക്കണ്ടേ? അതല്ലേ ചോദ്യം ചെയ്യൽ. കാര്യങ്ങളൊക്കെ സാറിനും അറിയാമല്ലോ. പിന്നെ കുട്ടിക്കാലം മുതൽ ഒന്നിച്ച് പഠിച്ചവരല്ലേ? അല്ലേ പിള്ളേരൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും? പക്ഷെ എന്റെ മോൾ അങ്ങനെയല്ല. അവൾ എന്നെ പോലെയാ, അവളുടെ അമ്മയെ പോലെയേ അല്ല. അമ്മയ്ക്ക് എന്ത് പറ്റി? അവൾ ചാടി പോന്നതല്ലേ എന്റെ കൂടെ. അവൾ ചോദ്യം ചെയ്യലിന് തയ്യാറായിട്ടിരിക്കുകയല്ലേ. എങ്കിലും യൂണിഫോം വേണമായിരുന്നു. പ്രതി പേടിക്കണ്ടേ? അതിന് സാറിന്റെ മോൾ പ്രതിയല്ലല്ലോ. ഞാനൊരു സംഭവം പറയാം. ഞാനന്ന് നെട്ടറ AIC ആയിരിക്കുന്ന കാലം ഇതുപോലെ ഒരു പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസ്. അന്ന് അവിടുത്തെ SI ഉറക്കം തൂങ്ങി രാമകൃഷ്ണൻ. കേസ് അന്വേഷണം ഞാൻ ഏറ്റെടുത്തു. സാർ, അനാമിക അകത്തുണ്ട്, അവിടെ ഇരിക്കണം, കഥ കേൾക്കുന്നേ. വേണ്ട, പോണ വഴിക്ക് സാറിന് ഞാൻ പറഞ്ഞു കൊടുത്തോളാം. അദ്ദേഹത്തിന് കൂടി പ്രയോജനപ്പെട്ടേനാ. ഞാൻ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ഞാൻ അങ്ങനെ കുട്ടിയെ തിരക്കി മൈതാനത്തെത്തുന്നു. മൈതാനത്ത്? വർക്കല മൈതാനത്ത്. നാടോടികൾ അവിടെ ടെന്റ് കെട്ടി താമസിക്കുകയല്ലേ. ഞാനാണെങ്കിലോ വേഷം മാറി നിൽക്കുകയല്ലേ. കുറച്ചു കഴിഞ്ഞപ്പം ഒരു ടെന്റിന്ന് ഒരു കുട്ടിയുടെ കരച്ചിൽ. പിന്നെ അടുത്ത ടെന്റിന്ന്, വീണ്ടും അടുത്ത ടെന്റിന്ന്. 3 പേരെയും ഞാനങ്ങ് പൊക്കി. കുട്ടി എന്ന് പറഞ്ഞത് 5-6 മാസമായ കുട്ടിയെന്നല്ലേ പറയുന്നത്? തീർന്നില്ല. ബാക്കിയുടെ കേട്ടിട്ട് പോന്നേ. സാർ വിളിക്കുന്നു. ഇവിടെ ഇരിക്ക്. അതെ സാർ, അത്രയും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ഞങ്ങൾ. പിന്നെ എന്തിനു നിങ്ങൾ കലഹിച്ചു? കാരണം അവളുടെ അഫയർ തന്നെയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കമ്പ്യൂട്ടർ സെന്ററിലേക്കുള്ള വിസിറ്റ്, ക്ലാസ് കട്ട് ചെയ്ത് അയാളുമായിട്ടുള്ള മുങ്ങൽ. എന്തോ എനിക്കത് ശരിയാണെന്ന് തോന്നിയില്ല. അനാമികയ്ക്ക് എന്താ അങ്ങനെ തോന്നാൻ കാരണം? എന്റെ അസസ്മെന്റ് ശരിയാണോന്ന് എനിക്കറിയില്ല. അവൾക്ക് ഇങ്ങനെ ഒരു അഫയർ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞാൻ അയാളെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അയാൾക്ക് ചില മോശം ഗ്യാങ്ങുകളുമായിട്ടുള്ള കണക്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ? ഡ്രഗ്സ്. എന്റെ തോന്നലാണ് സർ. ഞാൻ ഈ വിവരം സിസിലി ടീച്ചറെ അറിയിച്ചു. ടീച്ചർ പ്രിൻസിപ്പലിനെയും
പക്ഷെ ഫലമൊന്നും ഉണ്ടായില്ല. അവൾ എൻ്റെ ശത്രുവായതല്ലാതെ. വീട്ടിൽ അറിയിക്കാമായിരുന്നില്ലേ? അതെൻ്റെ തോന്നലുകളല്ലേ സർ. എൻ്റെ തോന്നലുകൾ ശരിയാവണമെന്നില്ലല്ലോ. പക്ഷേ എൻ്റെ നല്ല കൂട്ടുകാരിയാ എൻ്റെ ശത്രുവായത്. ഇപ്പൊ കാണാതായത്. വെടിക്കെട്ടെങ്ങനെ പൊളിച്ചോ? എൻ്റെ പൊന്നു സാറേ, വെടിക്കെട്ടൊന്നുമല്ല, ആറ്റം ബോംബാണ്. പക്ഷേ മോളങ്ങനല്ല കേട്ടോ, അവൾ നല്ല കുട്ടിയാ. ഉം. അവൻ ആള് ശരിയല്ലെന്ന് അവൾക്കറിയാമായിരുന്നു. ആ വിവരം അവൾ ദേവുവിനെ അറിയിക്കുകയും ചെയ്തു. പ്രേമം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ ആര് കേൾക്കാൻ സാറേ? സാർ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ഞാൻ ആലോചിക്കുമായിരുന്നു, ഇവരുടെ സ്നേഹവും കരുതലും ഉപേക്ഷിച്ച് പോകാൻ അവൾക്ക് എങ്ങനെ തോന്നി? ഇപ്പോഴത്തെ മക്കളല്ലേ, അവർക്ക് അച്ഛനമ്മമാരുടെ സ്നേഹം എന്തിനാ? അതൊരു ഉത്തരമല്ല. നമ്മൾ എല്ലാ കാലത്തും പുതിയ തലമുറ കുറ്റം പറയും. നമ്മൾ ശരിയാണോ അത് നമ്മൾ നോക്കാറില്ല. ഈ കേസിൽ ആരാ സാർ കുറ്റക്കാർ? അത് കണ്ടുപിടിക്കണം. ഇത് തന്നെ വീട്. ഹരി, പോയി നോക്കൂ. സാറ്, ഞാൻ വരാം. ഇവിടെ ആരുമില്ലേ? ആരുമില്ലേന്ന്? എന്താ ഇന്ന് കമ്പ്യൂട്ടർ സെന്റർ തുറന്നില്ലേ? അതിന് ഇവിടെയാണോ വരുന്നത്? സെന്റർ അടച്ചിട്ടേക്കല്ലേ, അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്. ഒരു പ്രോജക്റ്റ് ചെയ്യാൻ കൊടുത്തിരുന്നല്ലോ. അത് പിന്നെ തരും. അത് പിന്നെ എങ്ങനെയാ ആശാനെ? ഇന്നലെ തരാന്ന് പറഞ്ഞതല്ലേ. സ്റ്റാഫ് ഇല്ല, അതാണ് കാര്യം. സ്റ്റാഫ് എവിടെ പോയി? നാട്ടിൽ പോയി. നാടെന്ന് വെച്ചാ? ഇതൊക്കെ ചോദിക്കാൻ താനാരാ? പോലീസോ? പോലീസാണെങ്കിൽ പറയും ഇല്ലേ? ശബരി എന്നല്ലേ പേര്? അതെ. വാ. സാറിന്റെ പേരൊക്കെ മനസ്സിലായി? വെറുതെ ഊഹിച്ചെന്നേ ഉള്ളൂ. ശബരി എന്നല്ലേ തന്റെ കമ്പ്യൂട്ടർ സെന്ററിന്റെ പേര്? അതെ. ഹരി, ഇരിക്കും. ഇരിക്കണോ സാർ? എന്താ അവന്റെ പേര്? നവീൻ. അവൻ ഈ നാട്ടുകാരനാണോ? അല്ല, പാലക്കാട്. അവിടെ ഏതോ സ്ഥലമെന്നാ പറഞ്ഞത്. പിന്നെ എങ്ങനെ ഇവിടെ എത്തി? എനിക്കൊരു സ്റ്റാഫിനെ ആവശ്യമുള്ള സമയമായിരുന്നു, അപ്പോഴാണ് അവൻ എത്തിയത്. കമ്പ്യൂട്ടറിൽ അവൻ മിടുക്കനായിരുന്നു. ആളെ അറിയില്ല, എവിടെ നിന്നറിയില്ല, പിന്നെ എന്തിനിവിടെ പിടിച്ചു നിർത്തി? സാറേ, ആധാർ വാങ്ങി വെച്ചിട്ടുണ്ട്. അതിങ്ങെടുക്ക്. സാറേ, ആള് നന്നായി പേടിച്ചിട്ടുണ്ട്. എവിടെ? അയാൾക്ക് ഇതുവരെ കേസിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. ഏതായാലും ആധാർ കൊണ്ടുവരട്ടെ സാർ. ഹരി, നോക്കിക്കോ, അത് ഫേക്ക് ആയിരിക്കും. ഇതാണോ ആധാർ? അതെ, ഫോട്ടോ കോപ്പിയാണ്. നല്ല ക്ലിയർ ഫോട്ടോ. ഇത് മനുഷ്യന്റെ തന്നെ. ആധാറിലും ഇങ്ങനെ തന്നെ ആയിരുന്നു സാറേ. ഹരി, ഇത് ഒറിജിനലാണെന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ സാർ. വാ, ചോദിക്കട്ടെ. അവനോടൊപ്പം പോയ പെൺകുട്ടിയെ താൻ അറിയുമോ? ഷോപ്പിൽ വരുമായിരുന്നു. ഇങ്ങനൊരു ബന്ധം അറിയില്ലായിരുന്നു. അവനും ഇവിടെ ആയിരുന്നോ താമസം? അല്ല, കോളേജിനടുത്തുള്ള ലോഡ്ജിൽ. അവനെ കാണാൻ അവിടെ ആരെങ്കിലും വന്നിരുന്നോ? ഇല്ല. നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ സാറേ. ഇടയ്ക്ക് രണ്ടുപേരും വന്നിരുന്നു. അവൻ്റെ നാട്ടുകാരെന്നാ പറഞ്ഞത്. അവരെന്താ സംസാരിച്ചത്? അറിയില്ല, ഞാൻ കേട്ടില്ല സാർ. ഹരി, വാ. സാറേ, അവനെ അവര് കൗശി എന്നാ വിളിച്ചിരുന്നത്. എന്താ? കൗശി. കൗശി? അതെ. കൗശി. സാറേ, ഇതുപോലെ സ്മാർട്ടായ പല പെൺകുട്ടികളും ഇങ്ങനെയുള്ള ഫ്രോഡുകളുടെ വലയിൽ വീഴും. നമ്മൾ എത്ര കണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള പ്രേമവും വിവാഹവും ഒക്കെ. അവർ വിവാഹം കഴിച്ചെന്നാണോ? അങ്ങനെയും ഒരു ഡൗട്ടുണ്ട്. അതറിയണം. അതിനിയും മുന്നോട്ട് പോകണം. എന്ന് വെച്ചാൽ?
നമുക്ക് ആ കോളേജിലേക്ക് പോവാം. അവിടെ ചിലരെ കാണാനുണ്ട്. സാർ, ഒരുപാട് ദൂരമുണ്ട്. അതിന് വഴിയിൽ പമ്പുണ്ട് ഹരി. ഹരി, വണ്ടി നിർത്തും. ഞാൻ പ്രിൻസിപ്പാളിനെ നോക്കാം. ശരി സാർ. ദേ, ഈ പോലീസുകാർക്ക് കയറി തിണ്ണെന്നിറങ്ങാനുള്ള അല്ല എൻ്റെ ഈ കോളേജ്. ഈ കോളേജിന് ഒരു റെപ്യൂട്ടേഷൻ ഉണ്ട്, അതിൻ്റെതായ ഒരു ഗുഡ് വില്ലുണ്ട്. മകളെ കാണാതായ അച്ഛനും അമ്മയും ഒരു പരാതി വന്നിട്ടുണ്ട്. അത് അന്വേഷിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. മക്കളെ നേരെ വളർത്തേണ്ടത് പേരൻസിന്റെ കടമ. അധ്യാപകർക്കുമില്ലേ ചില കടമകൾ? അതെ, താൻ എന്നെ പഠിപ്പിക്കണ്ട കേട്ടോ. ഈ കോളേജിന് പുറത്ത് നടക്കുന്ന ഒരു കാര്യത്തിനും കോളേജ് ഉത്തരവാദിയല്ല. ഈ കോളേജിന്റെ ഗുഡ് വിൽ തുറക്കുന്ന സംഭവമല്ലേ ഇത്? എന്ത് ഗുഡ് വിൽ സാറേ? ലോക്കൽ പോലീസ് ഈ കോളേജിന്റെ ഗുഡ് വില്ലിനെ കുറിച്ച് എനിക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. എത്ര ക്രിമിനൽ കേസായി കോളേജിനെതിരെ ഉള്ളതെന്ന് സാറിന് അറിയാമോ? ഈ വർഷം ആദ്യം റാഗിങ്ങിനിടയിൽ 3-ാമത്തെ നിലയിൽ നിന്ന് ചാടിയ പയ്യൻ മരിക്കാത്തത് അവന്റെ ആയുസിന്റെ ബലം കൊണ്ടൊന്നും അല്ല. കാശിറക്കി ചികിത്സിക്കാൻ അവന്റെ കുടുംബത്തിന് സാമ്പത്തികമുള്ളതുകൊണ്ട്. ഒരു ഗുഡ് വില്ല്. മിസ്റ്റർ ജേസൺ, കോളേജിന് ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? കഴിയുമായിരുന്നു സാർ. ദേവുവിന്റെ ക്ലാസ്മേറ്റ് അനാമിക, അവൾ ടീച്ചറിനെ അറിയിച്ചില്ലേ? ടീച്ചർ സാറിനെ അറിയിച്ചില്ലേ? ഞാൻ നടപടി എടുത്തില്ലെന്നാണോ? ദേവുവിനെ ഞാൻ ഈ ഓഫീസിൽ വിളിപ്പിച്ചു, അവളോട് കാര്യങ്ങൾ ചോദിച്ചു. അവൾ പക്ഷേ ഒന്നും സമ്മതിച്ചില്ല. അത് മാത്രമല്ല, ഇങ്ങനെ ഒന്നില്ല എന്ന് എന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തു. ശരി, എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ അറിയിക്കണം. ഓഫീസർ, എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താ? ഇവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ഒരു പ്രൊഫസറുമായിട്ട് ഈ കുട്ടിക്ക് നല്ല ബന്ധമായിരുന്നു. അയാൾക്ക് ഇത്തിരി നാടകഭ്രാന്തൊക്കെ ഉണ്ട്. അതായിരിക്കണം ഇവർ തമ്മിലുള്ള അടുപ്പത്തിന്റെ കാരണം. ചിലപ്പോൾ ഈ കുട്ടിയുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാമായിരിക്കും. പുള്ളിക്കാരൻ ഇപ്പോൾ ഇവിടെ ഉണ്ടോ? ഇല്ല, അതിനുശേഷം അദ്ദേഹം ഈ കോളേജിലേക്ക് വന്നിട്ടില്ല. ഞാൻ വിളിച്ചിട്ട് ഫോണും എടുത്തില്ല. എന്താ അയാളുടെ പേര്? പ്രൊഫസർ ജയദേവൻ. അയാളുടെ മൊബൈൽ നമ്പർ എനിക്കൊന്ന് സെൻഡ് ചെയ്യൂ. ഓക്കെ സാർ. ബൈ. പ്രൊഫസർ ജയദേവൻ, അയാൾ അവിടെ ഉണ്ടാവും, ആ കായലോരം. എന്താണ് അറിയേണ്ടത്? കഴിഞ്ഞ 2 ദിവസം കോളേജിൽ പോയില്ല അല്ലേ? അതെ, നല്ല സുഖമില്ലായിരുന്നു. മനസ്സിനോ അതോ ശരീരത്തിനോ? മനസ്സിന്റെ അസുഖം ശരീരത്തെ ബാധിക്കില്ലല്ലോ. അത് പറയാൻ ഞാൻ ഡോക്ടറല്ല, പോലീസുകാരനാണ്. വരൂ. ദേവുവിനെ വലിയ ഇഷ്ടമായിരുന്നു. ഉവ്, ഒരു മകളെപ്പോലെ. ശരിക്കു പറഞ്ഞാൽ ഞങ്ങളൊരു ഫ്രണ്ട്സിനെ പോലെയായിരുന്നു. ശരിക്കും ആ കുട്ടിക്ക് എന്താ പറ്റിയത്? എന്നെയും പറ്റിച്ച് കടന്നു കളഞ്ഞു അവൾ. അങ്ങനെ ഞാൻ കരുതുന്നില്ല. ആരായിരുന്നു സാറേ അവളെ അവിടെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോയ ആ നവീൻ? പറയാം, നമുക്ക് അങ്ങോട്ട് നിൽക്കാം. പഠനത്തിൽ മാത്രമല്ല, പാട്ടിലും നൃത്തത്തിലുമെല്ലാം അവൾ മിടുക്കിയായിരുന്നു. എൻ്റെ സ്കിറ്റുകളും ചെറിയ നാടകങ്ങളുമെല്ലാം അവൾ മനോഹരമാക്കിയിട്ടുണ്ട്. മക്കളില്ലാത്തത് കൊണ്ടാവാം, വല്ലാത്തൊരടുപ്പം, ഇഷ്ടം അവളോട് എനിക്കും തോന്നി. അപ്പോൾ ഇങ്ങനെ ഒരു ബന്ധം അറിയാമായിരുന്നു അല്ലേ? അനാഥാലയത്തിൽ ജനിച്ചെന്നോ ആരോരുമില്ലാത്തവനെന്നോ അങ്ങനെയുള്ള സിമ്പതികളാണ് അവളെ അവനോട് അടുപ്പിച്ചത്. എക്സാം കഴിഞ്ഞ് അവരെങ്ങോട്ടാ പോയത്? അറിയില്ല. അവൾ പറഞ്ഞില്ലേ? പറഞ്ഞത് പച്ചക്കള്ളം. എന്താ അവൾ പറഞ്ഞത്? ടൂ വീലറൊക്കെ സംഘടിപ്പിച്ചോ നീ? ഇതേ, ഒരാളുടെ അടുത്തുനിന്ന് കടം മേടിച്ചതാ. നീ എന്താ വീട്ടിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞത്? എന്തിനാ എന്നോട് പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞത്? എനിക്കൊരു രഹസ്യം പറയാനുണ്ട്, അത് മാഡം കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഞാൻ നിന്റെ അധ്യാപകനാണ്, അല്ലാതെ നിന്റെ രഹസ്യം സൂക്ഷിപ്പുകാരനല്ല. എന്തോ സാറേ, പെണങ്ങല്ലേ? എന്താ രഹസ്യം? പറ. സാറ് ദേഷ്യപ്പെടരുത്. ഞാൻ നവീനോടൊപ്പം അവൻ്റെ നാട്ടിലൊന്ന് പോവുക. നീ എന്താ പറഞ്ഞത്?
അയ്യോ, എൻ്റെ ഒടുക്കത്തെ പോക്കല്ല സാറേ. നാളെ ഇങ്ങ് തിരിച്ചു വരും. നവീൻ വളർന്ന ഓർഫനേജില്ലേ, അവിടുത്തെ ചിലർക്കൊക്കെ എന്നെ കാണണമെന്ന്. ആളെ അറിയാലോ, പോയില്ലേ പിന്നെ സെഞ്ചി അടിച്ചെന്നെ കൊല്ലും. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? എത്ര കാലം വീട്ടുകാരെ പറ്റിക്കും? അത് ഓർക്കുമ്പോഴാണ് എനിക്ക് വലിയ സങ്കടം. ജീവിതത്തിൽ ആദ്യമായിട്ടാ അച്ഛനോടും അമ്മയോടും കള്ളം പറയുന്നത്. അതും ഫ്രണ്ടിൻ്റെ കല്യാണമെന്നാണ് പറഞ്ഞത്. ഇത് സാറിനോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കാണില്ല. സത്യത്തിൽ നീ എൻ്റെ മനസ്സമാധാനമാണ് കെടുത്തിയത്. ദേവു, ഈ വിവരം നിന്റെ വീട്ടുകാരോടെങ്കിലും പറയൂ. എത്ര കാലം നീ ഇത് ഒളിച്ചു വെക്കും? അമ്മയുടെ അച്ഛൻ്റെ മൂത്തൂക്കി പറയാനുള്ള ധൈര്യം ഇപ്പോഴും പോരാ. പക്ഷേ എൻ്റെ ഇഷ്ടം ഞാനെന്ന് പറയും. കുറച്ച് ഓർണമെന്റ്സ് വീട്ടിൽ നിന്ന് എടുക്കുന്നുണ്ട്. അതൊക്കെ അണിഞ്ഞു വേണം പോലും അവരെ കാണാൻ. അവൻ്റെ വക ഒരു സാരിയും ഗിഫ്റ്റായിട്ടുണ്ട്. ഇതിത്തിരി കൂടിപ്പോയില്ലേ മോളെ? അവൻ്റെ ഓരോ നിർബന്ധങ്ങളെ. എന്തായാലും ഞാൻ പോട്ടെ സാറേ. ചെല്ല്. ശരി, സന്തോഷമായിട്ട് പോയിട്ട് വാ. ഓക്കെ. ശരി. ഇപ്പോൾ ഓർക്കുമ്പോൾ സത്യത്തിൽ കുറ്റബോധം തോന്നുന്നു. സാറേ, തെറ്റ് ചെയ്തത് അവളല്ല, ചെയ്യിപ്പിച്ചത് അവനാണ്. സാറ് ലീവ് കളയാതെ നാളെ തൊട്ട് കോളേജിൽ പോകാൻ നോക്ക്. ഒരു മഹേന്ദ്രൻ, ഇന്ന് എത്രയാ തീയതി? ഭായി, അരേ ഭായി, പറഞ്ഞ പോലെ ആ ചെക്കൻ നാട്ടിൽ പോയിരിക്കല്ലേ? ചേടാ, യവനൊക്കെ മാസമാണ് തരാത്ത എന്ത്? ഓ എൻ്റെ ഈശോയെ, ഞാൻ ഇനി അന്നമ്മയോട് എന്ത് പറയും? സാറേ, ഇതാ ലോഡ്ജ്. ഓഫീസ് മുകളിലാണ്. അച്ഛനോട് കാണാം. നീ വീണ്ടും ആളിനെ കൊണ്ട് വന്നാടേ. ഇവിടെ റൂമില്ല, ഒരു റൂം ഒഴിവില്ല. ഒരു റൂം ഒഴിവുണ്ട്, 7-ാം നമ്പർ. ഡേയ്, നീ അതും പറഞ്ഞു കൊടുത്താ? നിനക്ക് ആ റൂം തന്നെ വേണോടെ? അത് പിന്നെ ഈ സാറന്മാർക്ക്. ഡേയ്, ഇത് എൻ്റെ ലാഡ്ജാണ്. ഇവിടെ ഒരു സാറന്മാർക്കും മുറിയില്ല. അച്ഛായ. ഡേയ്, നീ മിണ്ടരുത്. അന്ന് പോലീസ് പൂട്ടിച്ചാണ് റൂം, ആർക്കും കൊടുക്കരുതെന്നും പറഞ്ഞു. ഞങ്ങളും പോലീസിൽ നിന്നാ. ആ റൂം ഒന്ന് പരിശോധിക്കണം. സാർ അന്ന് പോലീസുകാർ വന്ന് നോക്കിയാണ് സാർ, പക്ഷെ ഒന്നും കിട്ടിയില്ല സാർ. നമുക്കൊന്ന് നോക്കാം. താനിവിടെ നിൽക്ക്. താൻ വാ. ആരെങ്കിലും മുറി വന്ന് ചോദിച്ചാൽ മുറി ഇല്ല എന്ന് പറഞ്ഞിരുന്നാൽ മതി. ദാ വരണ്ട് സാർ. സാറേ, ആ ശബരി പറഞ്ഞിട്ടാണ് സാറേ ആ ചെക്കന് ഞാൻ മുറി കൊടുത്തത്. ഇവിടെ താമസിക്കണ അത്രയും ആ കാളയിലെ സാറന്മാരാണ്. അവൻ ആളെങ്ങനെ? അധികം ആരോടും സംസാരിക്കാറില്ല. എന്തേലും ചോദിച്ചാൽ അതിനുള്ള മറുപടി പറയും. 2 മാസത്തെ വാടകയും തരാനുണ്ട്. അത് ചോദിച്ചപ്പോൾ പറഞ്ഞത് ശമ്പളം കിട്ടിയില്ല എന്ന്. ശബരിയോട് ചോദിച്ചില്ലേ? ശബരിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുമെന്ന് ഞാനും കരുതി. പിന്നീടാ ഞാൻ അറിഞ്ഞത് ശമ്പളം കൃത്യമായി കൊടുക്കുന്നുണ്ടെന്ന്. അച്ചായൻ ആള് ന്യൂജനാണല്ലോ. വേഷം കണ്ടപ്പോ തോന്നിയായിരിക്കും സാറിന്. മോൻ തന്നതാ. അവൻ UK പോയപ്പോ ഊരി തന്നതാ. ഇനിയൊരു കൂളിംഗ് ക്ലാസ് കൂടെ ഉണ്ട്. അതും കൂടെ വെക്കാമായിരുന്നു. അത് വെച്ചാ കണ്ണിന് തീരെ കാഴ്ചയായിരുന്നു. സാറന്മാര് വരണം. വരി. അയ്യോ, ഇതാണ് സിബിയുടെ മുറി. സിബി? ഓ, സത്യ ക്രിസ്ത്യാനിയല്ലേ? ഈ എടത്തോപ്പള്ളി പെരുന്നാളിന് അന്നമ്മ വെഞ്ചരിച്ച് വാങ്ങിയ 2 കൊന്താള്. അതിൽ ഒന്നിത്, ഒന്നാ സിബിക്കും കൊടുത്ത്. ഒന്നുമില്ല സാറേ, 1-2 ഷർട്ടും പാൻറ്റും, അത്രേ ഉള്ളു ആ ചെക്കന്. സാറന്മാരി ഇറങ്ങി നോക്കിയോളി. എന്താന്നടേ ഇത് പോലീസും പട്ടാളമായിട്ട്? അവനാ പെണ്ണെ കൊന്ന. ഏതായാലും നീ നല്ലൊരു വക്കീലിനെ കണ്ടുവയ്ക്കണം. അതിനെ ഞാനെന്ത് ചെയ്തു? എൻ്റെ ഷോപ്പിൽ എനിക്കൊരു വർക്കർ വെച്ചൂടെ? അതാണ്, ആളിനെ നോക്കുകയും കണ്ടും വെക്കണം. എന്നെ നോക്കി പഠിയടാ. എൻ്റെ ജോലിക്കാരെല്ലാം ബംഗാളികളാണ്. അതെ,
ഞാൻ നടത്തുന്ന ലോഡ്ജ് അല്ല, കമ്പ്യൂട്ടർ സെൻ്ററാണ്. ഓ വലിയ കമ്പ്യൂട്ടർ വെച്ചനുഭവിച്ച ഞാൻ പെട്ടാലേ അച്ചായനും പെടും. എന്റെ ഈശോ. നോക്കണ്ട ഹരി. ഇവിടെ എങ്ങും ഒന്നുമില്ല സാർ. ആ ഹരി ഇരിക്കെ. സാർ, ഈ കേസ് എങ്ങനെ മുന്നോട്ട് പോകും? ഒരു പിടിയും കിട്ടുന്നില്ല. അവൻ ആരാ? ഉത്തരം ഒന്നേ ഉള്ളൂ, ഒരു നമ്പർ 1 ക്രിമിനൽ. ശരിയാണ്, ആ വയസ്സായ മനുഷ്യനെ പോലും 2 മാസത്തെ വാടക ഇനത്തിൽ പറ്റിച്ചു. അതൊരു വല്ലാത്ത മനസ്സല്ലേ സാർ? അനാഥനെന്നും ഓർഫനേജിൽ വളർന്നു എന്ന് പറഞ്ഞതൊക്കെ കള്ളമായിരിക്കും അല്ലേ സാർ? അവന്റെ ആധാർ പോലെ 100% വ്യാജം. അവൻ കഴുകനാ, ഇരയെ തേടി ആകാശത്തിൽ വട്ടം ചുറ്റി കറങ്ങുന്നവൻ. സാർ ഇനി എങ്ങോട്ടാ? എങ്ങോട്ടുമില്ല. ഇതുപോലെ സമാന സ്വഭാവമുള്ള കേസുകൾ ഏതെങ്കിലും സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മറുപടി എനിക്ക് ഉടൻ കിട്ടണം. സാർ, സാറേ. ആ അരവിന്ദ, എന്താ സാർ ഇവിടെ വരാൻ പറഞ്ഞത്? ഞാനങ്ങ് വീട്ടിൽ വരുമായിരുന്നല്ലോ. വീട്ടിലിരുന്ന് മടുത്തു. മോൾ ഒളിച്ചോടി പോയതുകൊണ്ട് മാനാഭിമാനം ഭയന്ന് അച്ഛൻ ഒളിച്ചിരിക്കുന്നുവെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കണ്ടല്ലോ. എന്താ സാർ ഇങ്ങനെ? നാട്ടുകാരങ്ങനെയൊക്കെ പറയുമെന്നുള്ളത് നമ്മുടെ തോന്നല അല്ല സാർ. എന്താ കാണണമെന്ന് പറഞ്ഞത്? ഞാൻ അധ്യാപക വേഷം അഴിച്ചു വെച്ചിട്ട് വർഷങ്ങളായി. താനിപ്പോഴും പിള്ളേരെ പഠിപ്പിക്കുന്ന ആളല്ലേ? ഇപ്പോഴത്തെ കുട്ടികളുടെ പൾസ് തനിക്കറിയാമല്ലോ. താൻ പറ, ഞങ്ങൾക്ക് എവിടെയാണോ പിഴച്ചത്? സാർ എന്താണ് ഉദ്ദേശിക്കുന്നത്? മാതാപിതാക്കളെന്ന നിലയിൽ ഞങ്ങൾ അവൾക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല. അവളുടെ ഇഷ്ടാനുസരിച്ച് പഠിപ്പിക്കുകയും ചെയ്തു. പിന്നെ എന്തിനായിരിക്കും അവൾ അവളുടെ ജീവിതത്തിൽ നിന്നും ഞങ്ങൾ ഒഴിവാക്കിയത്? കുട്ടികളല്ലേ സാർ, കാര്യങ്ങൾ വൈകാരികമായി ചിന്തിച്ചു കാണും. എല്ലാം ഒന്ന് നോർമലാവട്ടെ, എല്ലാം ശരിയാകും. അതിനൊക്കെ ഒരുപാട് സമയമെടുക്കും. അരവിന്ദ, എന്താ ഇങ്ങനൊരു അകലത്തിന് കാരണം തനിക്കറിയാമോ? കുട്ടികൾ പരസ്പരം ഇഷ്ടപ്പെടുന്നതും വീട്ടുകാരെ പേടിച്ച് ഒളിച്ചോടുന്നതും പുതിയ കാര്യമൊന്നുമല്ല. ഞാനിത് ജനറലൈസ് ചെയ്ത് പറയുന്നൊന്നുമല്ല. കുട്ടികളുടെ പ്രായം ഒരു ഘടകമാണ്. പിന്നെ വീട്ടിൽ നഷ്ടപ്പെട്ടു പോകുന്ന സ്നേഹം മറ്റൊരിടത്ത് കിട്ടുമ്പോൾ തോന്നുന്നൊരിഷ്ടം, വീട്ടിൽ നിന്നകന്നുള്ള വിദ്യാഭ്യാസം, ഇതൊക്കെ ചിലരുടെ മനസ്സ് മാറ്റാനുള്ള കാരണമാകാം. ശരി സാർ, ഞാനിത് എല്ലാവരെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കേട്ടോ. ഇതെവിടെ പോയിരുന്നു? ഞാൻ ആകെ പേടിച്ചു പോയല്ലോ. ഞാനെന്താ ചാകാൻ പോന്ന് വിചാരിച്ചാ? എങ്ങോട്ട് പോകുന്നു? പോലീസ് സ്റ്റേഷനിലോട്ട്. എന്തിന്? ടീച്ചറെ, നമ്മുടെ ജീവിതത്തിൽ ഇന്നുവരെ എൻ്റെ ഒരു നിർബന്ധമോ ഇഷ്ടമോ ഞാൻ ആരെയും അടിച്ചേൽപ്പിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ എനിക്കൊരു നിർബന്ധമുണ്ട്. നമ്മളെ വേണ്ടാത്ത മകളെ നമുക്കും വേണ്ട. പോലീസ് സ്റ്റേഷനിൽ പോകണം. കൊടുത്ത പരാതി എനിക്ക് പിൻവലിക്കണം. എന്താ ഇത്? അഭിപ്രായം ഞാൻ ചോദിച്ചില്ല. ഹലോ, ഗുഡ് ഈവനിങ്. എവിടെ? ഉടനെ എത്താം. ഓക്കെ, ഉടനെ എത്താം. ഓക്കെ സാർ, പൂവമ്പാറ കോളനിയിൽ അടി. എമർജൻസി പാർട്ടിയോട് പെട്ടെന്ന് റെഡിയാകാൻ പറയൂ. സാർ.
എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് സാർ എന്തിനാണ് എന്നോട് ലീവ് എടുക്കാൻ പറഞ്ഞതെന്ന്. പറയാം, താൻ കഴിക്കടോ. 2 എണ്ണം കഴിച്ചപ്പോൾ തന്നെ നല്ല പിടുത്തം. 2 ദിവസമായി സമാധാനമായിട്ട് 2 എണ്ണം അടിച്ചിട്ട്. അതെങ്ങനെ, ചെറുക്ക അകത്ത് കിടക്കയല്ലേ? ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതായിപ്പോയി എൻ്റെ അവസ്ഥ. തൻ്റെ തോളത്തും ഇല്ലേ 2 നക്ഷത്രം? സാറതൊരു പോലീസുകാരൻ മുറ്റമ്പ കിട്ടുന്നതാ. അതിന് വലിയ ആഡംബരമോ അധികാരമോ ഒന്നുമില്ല. പീറ്ററേ, ഒരു ദിവസമെങ്കിലും ഒരു ദിവസം താൻ ആ കസേരയിൽ ഇരുന്നിരിക്കും. ഇല്ല സർ, അയാൾ സ്ട്രൈറ്റ്. അത്രക്കാരെ ഒതുക്കാനാണ് എളുപ്പം. അത് ഞാൻ കാട്ടിത്തരാം. ആ പറയടാ പീറ്ററേ, ആയിരി. നടക്കട്ടോ. പീറ്ററേ, താനവിടെ ഇരിക്ക്. ഒന്നുകൂടെ അടി. മതി. എന്താ സാർ പ്രശ്നം? പ്രശ്നം ഇവിടെ അല്ല, അത് പൂവമ്പാറ കോളനിയിൽ. അവിടെ 2 കൂട്ടർ തമ്മിലടി. സ്ത്രീകൾക്ക് കുട്ടികൾക്കെല്ലാം നല്ല പരിക്കുണ്ട്. സാർ, അത് നമ്മുടെ സ്റ്റേഷൻ പരിധിയാണല്ലോ. ആണോ? അത് നല്ലടോ തന്നോട് ലീവ് എടുക്കാൻ പറഞ്ഞത്. താന്തം വിട്ട് നിൽക്കണ്ട, ഇത് എൻ്റെ സ്പോൺസർ പരിപാടിയാണ്. സാർ, എനിക്കിതൊന്നും പിടികിട്ടുന്നില്ല. ആ ജെയ്സൺ ഉണ്ടല്ലോ, അവൻ ഇപ്പം അവിടെ എത്തും. എൻ്റെ പിള്ളേരിൽ നിന്ന് വാങ്ങും. പിന്നെ പീറ്ററെ, ഒരു സസ്പെൻഷനുള്ള വകുപ്പ് വച്ചിട്ടുണ്ട്. എന്താ, സന്തോഷമായില്ലേ? വേണ്ടായിരുന്നു സാർ. അങ്ങേരെ ആളൊരു പാവം, എന്നും നേർവഴിക്ക് നടക്കുന്നത്. ഫലമോ സർവീസിൽ സസ്പെൻഷനും ഡിമോഷനും. എന്നിട്ട് പഠിച്ചോ? ഇല്ല. അപ്പോൾ ഒരു പണി കൊടുക്കണ്ടേ? സ്വന്തം ചോരയെ ഒറ്റിക്കൊടുത്തൊരു ഫീൽ. മനസ്സിൽ വല്ലാത്തൊരു നീറ്റൽ. നീറ്റൽ ഇവിടെയും ഉണ്ടോ? അകത്തൊരുത്തി കിടപ്പുണ്ട്, അവൻ്റെ അമ്മ. ഈ സംഭവത്തിന് ശേഷം എണീറ്റിട്ടില്ല, ഒന്നും കഴിച്ചിട്ടില്ല. 10-30 വർഷം തമിഴ്നാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടത് അവന് വേണ്ടിയാ. ആ കൊച്ചനാ ഇപ്പോ. പീറ്ററേ, ഇതിനായിരുന്നോ സാറേ ഈ സർക്കാർ? കഷ്ടം. പീറ്ററേ, താനിന്നെ ആരെയും വിളിക്കണ്ട. ഇപ്പൊ അടി അവിടെ തുടങ്ങിക്കാണും. സാർ, പുറത്തൊരാൾ കാണാൻ വന്നേക്കുന്നു. പ്രിൻസിപ്പാൾ എന്നാ പറയുന്നേ. ഏതോ ഒരു എഞ്ചിനീയറിംഗ് കോളേജ്. ശരി, വരാൻ പറയൂ. ശരി, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എന്ത് പറ്റി? നെറ്റിയിലൊരു മുറിവ്. പോലീസിലല്ലേ പണി, ചെറിയൊരു ഉണ്ട്. സാർ ഇരിക്കൂ. താങ്ക് യു. എന്താ അത്യാവശ്യമായിട്ട്? ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റ്, അവിടെ ഒരു ആവശ്യമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കോളേജിലേക്ക് തിരിയുമ്പോഴാണ് വരുണിൻ്റെ ഒരു കാള്. ഈ വരുൺ കോളേജിലെ ഒരു സ്റ്റുഡൻ്റാണ്. ഒരു വാല്യുബിൾ ഇൻഫർമേഷൻ. എനിക്കങ്ങനെ തോന്നി. എന്താ? ദേവു മിസ്സിംഗ് ആയതിൻ്റെ പിറ്റേ ദിവസം അതിരാവിലെ അവളോടൊപ്പം പോയ പയ്യനെ പറക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവൻ കണ്ടു. പറക്കോട്? അതൊരു ലോക്കൽ സ്റ്റേഷനാണ്. നമ്മുടെ സ്റ്റുഡൻറ്റും ആ നാട്ടുകാരനാണ്. വരുൺ ദേവുവിനെ കണ്ടോ? ഇല്ല, പക്ഷേ അവനോടൊപ്പം മറ്റൊരാളെ അവൻ കണ്ടു. ആരെ? ഗിരി. മരുന്ന് ഗിരി എന്നാണ് അവൻ്റെ നാട്ടിലെ വിളിപ്പേര്. മരുന്ന്? ഡ്രഗ്സ്, അത് തന്നെ. അതാണ് അവൻ്റെ കച്ചവടം. ജയിലും പോലീസും ഒന്നും അവന് പ്രശ്നമല്ല. ശിക്ഷ കഴിഞ്ഞിറങ്ങിയാലും അവന് ഇത് തന്നെ പിന്നെയും പറയും. സാറിന്റെ സ്റ്റുഡന്റ് ഈ വിവരം എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല? ഈ മിസ്സിംഗ് കേസ് കോളേജ് വളരെ രഹസ്യമായിട്ടാണ് സൂക്ഷിച്ചത്. എങ്ങനെയോ അത് ലീക്കായി. ഈ ഗിരി ഇപ്പോൾ എവിടെ ഉണ്ടാവും? അവൻ ഒരു കോളനിയിലാണ് താമസം. അവിടെ ആ കോളനിയിൽ പോയി അവനെ പിടിക്കുന്ന കാര്യം അത്ര എളുപ്പമല്ല. അത് സാർ പോലീസിന് വിട്ടേക്ക്.
എനിക്ക് എസ് ഐ സാറിനെ കാണണം. ഒരു കാര്യം പറയാനുണ്ട്. സാറൊന്ന് പറയാൻ. അനി സാറിനോ എസ് ഐ ഒന്ന് കാണിക്ക്. എനിക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ശോഭേ, നജീബേ വാ. സാർ വരണം. സാർ എന്താ ഇന്ന് ലീവ് വഹിക്കാൻ വന്നതാണോ? ഒന്നാമത് ഇപ്പം തന്നെ പലരും ലീവിലാണ്, അതുകൊണ്ട് ലീവ് മാത്രം ചോദിക്കരുത്. സാർ ലീവ് വേണ്ട. സാറിനെ കാണാൻ മറ്റേ മിസ്സിംഗ് കേസിലെ ദേവുവിൻ്റെ അച്ഛൻ. ശരി, വരാൻ പറയൂ. ആ വരൂ, ഇരിക്കൂ. സാർ, എന്തെങ്കിലും വിവരം ഇല്ലല്ലേ? അന്വേഷണം നന്നായി നടക്കുന്നുണ്ട്. മനഃപൂർവ്വം മറഞ്ഞിരിക്കാനും മാറി നിൽക്കാനും തീരുമാനിച്ചാൽ അവരെ കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമല്ല. സാറിങ്ങനെ നിരാശപ്പെടാതെ ദേവുവിനെ കണ്ടുപിടിച്ചിരിക്കും. അത് വേണ്ടെന്ന് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതെന്താ അങ്ങനെ? ഒരുപാട് ആലോചിച്ചു. പിന്നെ അവളെയും പറഞ്ഞ് സമ്മതിപ്പിച്ചു. മക്കൾ മാതാപിതാക്കളെ മണ്ടന്മാരാക്കി വലിച്ചെറിയുമ്പോൾ തോരാത്ത കണ്ണീരുമായി ഞങ്ങൾ എന്തിനിങ്ങനെ ജീവിക്കണം? സർ, ഞാൻ തന്ന പരാതി അതെനിക്ക് പിൻവലിക്കണം. സാർ ഈ കേസ് പിൻവലിച്ചാലും ഇല്ലെങ്കിലും ഇങ്ങനെ ഒരു കേസ് വന്നാൽ അത് അന്വേഷിക്കേണ്ടത് പോലീസിന്റെ ചുമതലയാണ്. ശരി, പോലീസിന് അങ്ങനെ ഒരു ചുമതലയുണ്ടെങ്കിൽ അത് നടക്കട്ടെ. ഹരി, മരുന്നഗിരി, അവനെയാണ് നമുക്ക് വേണ്ടത്. ഇങ്ങേരിത് എവിടെ പോയി? ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇതുവരെ എത്തിയില്ലേ? അണ്ണനൊന്ന് വിളിച്ചേ. എന്തിന്? അങ്ങേരെ ഇന്ന് തെറിയാക്കണമെന്ന് നേർച്ചയുണ്ടോ? ഏതായാലും നാട്ട കേസായി. കേസ് വേണ്ടെന്ന് പോലും. ഇയാളിത് എവിടുത്തെ സാറാ? അണ്ണനോട് ഞാൻ ഒരു കാര്യം പറയാം. മേലാൽ ഈ കേസിന് എന്നെ വിളിക്കരുത്. അങ്ങേരായി അങ്ങേരുടെ പാടായി. നമുക്കിതിലെന്ത് കാര്യം? എടാ, അങ്ങനെ പറയരുത്. ദേവ് നമ്മുടെ പെങ്ങടെ മോളല്ലേ? ചേച്ചി ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. നമ്മുടെ അമ്മ കൂടെയല്ലേടാ ചേച്ചി? അണ്ണാ, ദോ ചന്ദ്രൻ സാർ. നിങ്ങളെന്താ ഇവിടെ? സാറിനെ തിരക്കി ഇറങ്ങിയതാ. ഞാൻ നാട് വിട്ടു പോയിട്ടൊന്നുമില്ല. പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു അല്ലേ? സാറ് നിൽക്ക്, നമുക്ക് കാറിൽ പോവാം. ഞാൻ നടന്നു പോയിക്കോളാം. ചേച്ചി വിളിച്ചിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ആവശ്യമില്ലായിരുന്നു. ദേവുവിന് എന്ത് പറ്റിയെന്ന് നമുക്കറിയണമല്ലോ. നിങ്ങൾക്കറിയില്ലായിരിക്കും, എന്നാൽ എനിക്കറിയാം. അവൾ ഞങ്ങളെ വേണ്ടാന്ന് വെച്ചു, ഞങ്ങൾ അവളെയും വേണ്ടാന്ന് വെച്ചു. അവളെ ഞങ്ങളുടെ ചേച്ചിക്ക് വേണം. വേണോ? എവിടെ ഉണ്ടെന്ന് അറിയാമെങ്കിൽ കൊണ്ട് കൊടുക്ക്. അവൾ എവിടെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇയാൾക്കെന്ത് ഒട്ടായി? ഇനി നമുക്കെന്ത് ചെയ്യാം? സർ, 2 ദിവസം കൂടി തരണം സർ. അതെ, ആ പെൺകുട്ടിയുടെ മിസ്സിംഗ് കേസാണ്. അതിൻ്റെ അന്വേഷണത്തിന് ഒരു 2 ദിവസം കൂടി തരണം സർ, പ്ലീസ്. സർ, ഇത് റിക്വസ്റ്റാണ്. അതിനുശേഷം സാർ എന്ത് നടപടി വേണമെങ്കിലും എടുത്തോളൂ. ഓക്കെ, താങ്ക് യു സർ. സാർ, ഇത് അവൻ്റെ പണിയാണ്, ആ മണിവർണ്ണൻ്റെ. സാറ് സൂക്ഷിക്കണം. പീറ്റർ കൂറുമാറിയോ? മനുഷ്യനല്ലേ സാർ, ചിലപ്പോൾ അറിയാതെ അഴുക്കിയാൽ പെട്ടുപോകും. മതിയായി. മനുഷ്യന് മനസമാധാനമല്ലേ വലുത്? ഗുഡ്. നമ്മൾ പോലീസുകാരാണ് പബ്ലിക്കിനൊപ്പം നിൽക്കേണ്ടവർ. ഹലോ, എന്താ? പീറ്ററേ,
ഇനി ഒരു ഒപ്പ് മതി. അവൻ്റെ സസ്പെൻഷൻ ഓർഡർ ഇപ്പം എത്തും. എന്താ സാർ? ആ മണിവർണ്ണൻ, സാറിൻ്റെ കാര്യത്തിൽ തീരുമാനമായെന്ന്. ഇത്ര പെട്ടെന്ന്? ഇനിയൊരു ഒപ്പും കൂടി മതിയെന്ന്. സാറാണ്. സാർ ഈ വിവരമൊന്നും പറയണ്ട. സാർ പീറ്ററെ. സാർ ഓക്കെ, ആ ഏരിയ എനിക്കറിയാം സാർ. ഓക്കെ ഓക്കെ, ഞാനെത്തി. ആ സ്റ്റേഷനിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. റൈറ്റോട്ട് പോട്ടെ. സാറേ, ഇവനാള് പാവ, ഒന്നും അറിയില്ല. സാറേ, ഇപ്പം ആ കച്ചവടമൊന്നും എനിക്കില്ല സാറേ. സാറേ, ഇവ ഇപ്പം നന്നായി. ഇവനെ നമുക്കങ്ങ് വിട്ടേക്കാം. നിന്നെ ഇവർ ഉപദ്രവിച്ചോടാ? ഇല്ല. ഇല്ലേ? ഉപദ്രവിച്ചു സാറേ, ഒരുപാട് ഉപദ്രവിച്ചു. അത് പോരാ. എന്തിനാന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോയത്? വെറുതെ വെറുതെ അവിടെ വെച്ച് അവരെ കണ്ടു. 15 കിലോമീറ്റർ അകലെയുള്ള റെയിൽവേ സ്റ്റേഷനിൽ നീ വെറുതെ പോയി. അത് ഞങ്ങൾ വിശ്വസിച്ചു. ഇവനെ ഇങ്ങോട്ട് പൊക്കിക്കൊണ്ടുവരുന്ന ആരെങ്കിലും കണ്ടോ? ഒരു ഈച്ച പോലും കണ്ടിട്ടില്ല സാർ. നീയാണ് അവനെ അവസാനമായി കണ്ടത്. അവനെ പിന്നെ ആരും കണ്ടിട്ടില്ല. ഹരി, ഇവനെ ഇനി ആരും കാണരുത്. ശരി സാർ. ഇവന്റെ ബോഡി പോലും ആരും കാണരുത്. കൊല്ലരുത് സാർ, എന്നെ കൊല്ലരുത് സാറേ. അവൻ ഇവിടെ വന്നതിൻ്റെ അന്ന് തന്നെ എന്നെ കാണാനെത്തി. അവൻ മരുന്നിൻ്റെ ആളാ, ഡ്രഗ്സ്. സംഭവ ദിവസം വിളിച്ചു ചോദിച്ചത് കൂടിയ ഇനം മരുന്ന്. സ്റ്റോക്കില്ല, നാളെ എടുക്കാന്ന് പറഞ്ഞപ്പോൾ ഫോൺ കട്ട് ചെയ്ത്. പിന്നെ വിളിച്ചില്ലേ? വിളിച്ചു, വെളുപ്പിന്. അവൻ അടുത്ത സ്റ്റേഷനിൽ ഉണ്ടെന്ന് പറഞ്ഞ് കൂടുതൽ വില വാങ്ങിയ ഞാൻ ആ സാധനം അവന് കൊടുത്തത്. ഇതിനു വേണ്ടിയാണോ അവൻ ഈ സ്റ്റേഷനിൽ ഇറങ്ങിയത്? ആ പെണ്ണിന്റെ ഫോൺ നഷ്ടപ്പെട്ടെന്ന് പരാതി കൊടുക്കാൻ ഇറങ്ങിയതാ. എന്നിട്ട് അവിടെ പരാതിയൊന്നും കൊടുത്തില്ലല്ലോ. ഫോൺ അവളുടെ ബാഗിൽ തന്നെ ഉണ്ടായിരുന്നു. അവൻ അവിടെ ഇറങ്ങിയതും കാത്തു നിന്നതും എന്നെ കാണാനാ, ആ ഡ്രഗ്സിന് വേണ്ടി. അവൻ പിന്നൊന്നും പറഞ്ഞില്ലേ? ഇല്ല സാറേ. പീറ്ററെ, ഈ മരുന്നഗിരിയെ ഇനി മരുന്നിന് പോലും കാണരുത്. സാറേ, അവനെൻ്റെ ഫോണിലൊരു നമ്പർ അടിച്ചു വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൽ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ? ഉണ്ട് സാർ. ഹലോ, ഞാനാ മരുന്ന് ഗിരി. നീ ആ പെണ്ണിനെ എങ്ങോട്ടാ കൊണ്ടുപോയത്? എന്തിനാ കൊണ്ടുപോയത്? അങ്ങനെ ചോദിക്ക്. വിൽക്കാൻ. എനിക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ട്, അത് നീ തരണം. അല്ലെങ്കിൽ പോലീസിനോട് ഞാൻ എല്ലാം പറയും. പറഞ്ഞോ? പോലീസ് നിന്റെ അടുത്ത് തന്നെ ഇല്ലടാ മരുന്നേ. ഇനി എന്തേലും അവരോട് പറയാൻ ബാക്കിയുണ്ടോടാ? മരുന്നേ. സാറന്മാരെ നമസ്കാരം. ടവർ ലൊക്കേഷൻ പിടിച്ചിങ്ങ് എത്താൻ 2 മണിക്കൂറെങ്കിലും എടുക്കും. 1 മണിക്കൂറിനുള്ളിൽ ഞാൻ ഇവിടെ നിന്ന് എസ്കേപ്പ് ആവും. അതിനു മുന്നേ ഇവിടെ ഞാൻ വിൽക്കും. ഗുഡ് ബൈ. ഒന്ന് പോ സാറേ. ഹരി, സാർ, ലൊക്കേഷൻ കേരള തമിഴ്നാട് ബോർഡറാണ്. എക്സാക്ട് ലൊക്കേഷൻ. ഓക്കെ, ശരി ശരി. ഈ കച്ചവടം ഉറപ്പിക്കാൻ പോകുന്നത് തലസ്ഥാനത്തുള്ള ആൾക്കാരാണ്. ഇനി നമുക്ക് സമയമില്ല. പീറ്റർ, ഒരു കാര്യം ചെയ്യൂ. നിങ്ങൾ ബൈപ്പാസ് വഴി വിട്ടു. സംശയം തോന്നിയാൽ ഏത് വാഹനവും പരിശോധിക്കാം, കസ്റ്റഡിയിലെടുക്കാം. ഓർത്തോ, നമുക്കിനി സമയമില്ല. അപ്പോൾ സാറ് തമിഴ്നാട്ടിലെത്താൻ വേറെയും വഴിയുണ്ട്.
சார், நான் முருகேஷ், தமிழ்நாடு போலீஸ் SSI. உங்களுக்காக நான் இங்கே வெயிட் பண்ணிட்டு நிற்கிறேன். മുരുകേഷ് ചൊല്ലുങ്ക. സാർ, മലയാളം പോതും, എനിക്ക് മലയാളം അറിയാം. ഓക്കെ സാർ, ഞാൻ ചിതറാൽ മലയ്ക്കോയിൽ ഗേറ്റിൻ്റെ താഴെയുണ്ട്. ശരി ശരി, അവിടെ നിൽക്കൂ, ഇപ്പോൾ എത്തും. സാർ, തമിഴ്നാട് പോലീസ് നമ്മളെ ഫോളോ ചെയ്ത് പിന്നാലെ വരുന്നുണ്ട്. അതോ അടുത്ത് വരാൻ പറയണോ? ഞാൻ പറയാം. சார், ഇവിടെ வந்து நிறைய லாட்ஜுകളുണ്ട്. അതെന്താ சார், இங்கே வந்து நிறைய இன்ஜினியரிங் காலேஜ் இருக்கு. இந்த இடத்துல ஏரியாவில் வந்து 2 லாட்ஜ் வேற இருக்கு. ஒன்று சிவா லாட்ஜு, ஒன்று பழனியப்பா லாட்ஜ். சிவா லாட்ஜு கொஞ்சம் அவுட்டரில் இருக்கு, பழனியப்பா லாட்ஜு டவுனுக்குள்ளால இருக்கு. മുരുകേഷ്, ശിവ ലോഡ്ജ് അവനവിടെ കാണും. சார், வழி சரியா தெரியாது, ஆனால் பக்கத்தில் ஒரு டாஸ்மாக் கடை இருக்கு, அதை கிராஸ் பண்ணி நம்ம போகணும். നജീബ്, സ്റ്റോപ്പ്. മുരുകേഷ്, നമുക്ക് ആ പാലം കടന്നല്ലേ പോകണ്ടേ? സാർ, കഷ്ടം, കിടക്കണ കണ്ട. എവിടെ കിടക്കേണ്ട പെണ്ണ, എങ്ങനെ തോന്നിയോ എന്നോടൊപ്പം ഇറങ്ങി വരാൻ. അതാണ് പ്രേമം. വെറുതെ ഞാനൊരു നമ്പർ ഇട്ടതാ. നിന്നെപ്പോലൊരു പെണ്ണ് വീഴുമെന്ന് ഞാൻ കരുതിയില്ല. പൊന്നെ, ഇന്നത്തോടെ നമ്മുടെ പ്രശ്നമെല്ലാം തീരും. മോളെ കൊണ്ടുപോകാൻ മാമന്മാർ ഇപ്പൊ വരും. പറഞ്ഞു തീർന്നില്ല, മാമന്മാര് വിളിക്കണം. അവൻ ഫോൺ എടുക്കുന്നില്ല. ഇനി അവനാ പെണ്ണിനെയും കൊണ്ട്. അവൻ ആളുകജ ഫ്രോഡാണെങ്കിലും ഇക്കാര്യത്തിൽ നിറയുള്ളവന്. അടേ, അവൻ താ വിളിക്കുന്നുണ്ട് കേട്ടാ. പാവട്ടാ, സ്പീക്കറിലിട്. എവിടെ എത്തി? എന്താടാ നീ ഫോൺ എടുക്കാത്തത്? അവളിപ്പോ ഉണരും. നീ ഒരു ഡോസ് കൂടി കൊടുക്ക്. ഇനിയും കൊടുത്ത അവള് ചത്തുപോകും. നിങ്ങളിത് എവിടെ എത്തി? അത് പറ. അല്ല, നിങ്ങൾ എഴഞ്ഞാണോ വരുന്നേ? ടൂറിനല്ല ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ചുമ്മയല്ലല്ലോ, നിനക്ക് ചോദിക്കുന്ന പണം എണ്ണി തരികയല്ലേ? അതുകൊണ്ട് ഞാൻ അവളെയും കൊണ്ട് ഇവിടെ കിടക്കണോ? അവിടെ കയ്യിൽ കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നല്ലോ, നീ തപ്പിയാടാ? അതെ, ഓർണമെന്റ്സ് ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്തു. പെണ്ണ് മാത്രമാണ് ഇവിടുത്തെ കച്ചവടം. കച്ചവടം കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ നടന്നേനെ. എടാ, അവിടെ റെയ്ഡ് കിടന്നത് ഞങ്ങളുടെ കുറ്റമാണോ? ഞങ്ങളവിടെ എത്തിയില്ലേ? ഇനിയും സമയം തെറ്റിച്ചാൽ അവളെയും കൊണ്ട് ഞാനങ്ങ് മുങ്ങും, പിന്നെ മുംബൈയിലേ പൊങ്ങും. പിന്നെ പൊങ്ങും.
അവൻ്റെ പണ്ടം വായിച്ചെത്തും. യവന്മാരുടെയൊക്കെ കയ്യിൽ എങ്ങനെ ഈ പെൺകുട്ടികളെ ഒന്ന് വീഴുന്നത്? അതിനെ മോന്തയ്ക്ക് ഇത്ര വൃത്തി വേണം. എന്തോ ഓടിപ്പാടാ ഇത്? കയ്യേറ എടുത്തോട്ട് പോടാ. என்ன சார்? அண்ணா ரூம் காலி பண்ணணும். இவ்வளோக்கு சீக்கிரம் காலி பண்றதுக்கு என்ன சார் காரணம்? பொண்ணுக்கு இல்லை என் பொண்டாட்டிக்கு உடம்பு சரியில்லை. அப்படியா? பொய் சொல்லக்கூடாது சார். அவர் உங்க பெண்டாட்டி கிடையாது. நான் சொன்னதானே சரி. இந்த விஷயம் லாட்ஜ் முதலாளி தெரிஞ்சு அவர் போலீஸில் சொல்லுவாரு. என்ன சார் அப்படி சொன்னா உங்க காரியம் ஐயோ. இதொന്നും அவர்கிட்ட சொல்ல வேணாம். உங்களுக்கு ஏதாவது காசு வேணாம்னா நான் கொடுக்குறேன். ஏதாவது கொடுப்பதா இருந்தா இப்பவே கொடுங்க. முருகா சார், ஆம்புலன்ஸ் அரேஞ்ச் பண்ணட்டுமா? அதெல்லாம் வேணாம், நானே அரேஞ்ச் பண்றேன். ஓ முருகா. എണീക്കടോ, തന്നെ കൊണ്ടുപോകാൻ ഇപ്പോൾ ആളെത്തും. ദേവു, നിനക്ക് ബോധം തെളിയും വരെ കാത്തു നിൽക്കാൻ എനിക്ക് വയ്യ. എൻ്റെ ജോലി ഇന്നത്തോടുകൂടി കഴിഞ്ഞു. ബാബുവേട്ടാ, നമ്മുടെ പുറകിലൊരു പോലീസ് വണ്ടിയുണ്ട്. അതിന് നമ്മൾ എന്തിനു പേടിക്കണം? നമ്മൾ വസ്തു കച്ചവടത്തിന് വന്നവരല്ലേ. ബാവോട്ട, സംഭവം വള്ളിക്കെട്ടാണ്. അവർ നമ്മളെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. എന്തായാലും നീ വണ്ടി ചവിട്ടി വിടും. സാറേ, ആ മുന്നേ പോകുന്ന കാറിലെ ആൾക്കാർ നമ്മളെ നോക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുന്നതായിട്ട് വേണ്ട. ഹരി, എന്തോ സംശയിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങോട്ടാ യാത്ര? റിയൽ എസ്റ്റേറ്റ്, തമിഴ്നാട്. വസ്തു വാങ്ങാനോ വിൽക്കാനോ? വാങ്ങാൻ. നിങ്ങൾ എവിടെ എത്തി? എത്തി, നിന്റെ പുറകിലുണ്ട്. ഭാഗ്യമുള്ളവളാ നീ, വേണമെങ്കിൽ രക്ഷപ്പെട്ടു. നീ ചതിക്കായിരുന്നല്ലേടാ? ദേവു, നിൽക്ക്. ഏയ് ദേവു, ദേവു. സർ, സർ. ആ, പേടിക്കണ്ട. നജീബേ, ഇയാളെ താഴെ കൊണ്ടുപോകും. സാർ, അവനെവിടെ? അവിടെ.
കോടതി വരെ നമുക്കും കൂടി ഒന്ന് പോകായിരുന്നു. പോയിട്ടുണ്ടല്ലോ അവളുടെ മാവന്മാര്. എനിക്ക് അവളെ ഒന്ന് കാണണം. എനിക്കും കാണണം. അതിനല്ലേ ഞാനിവിടെ കാത്തിരിക്കുന്നത്. സാർ, സസ്പെൻഷൻ ഓർഡർ. കോടതി വരെ നമ്മളെ അന്വേഷണത്തെ പ്രശംസിച്ചു. ഗുഡ്. കുട്ടിയുടെ പേരൻസ് വന്നിരുന്നു. അമ്മാവന്മാർ വന്നിരുന്നു. ശരി. മുരളി മാമ, എന്താ മിണ്ടാത്തെ? നിനക്കൊന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നു. ഞാനതിന് ഒളിച്ചോടി പോയൊന്നും അല്ലല്ലോ. പിന്നെ നിന്നെ പിടിച്ചോണ്ട് പോയതാണ്. പെട്ടുപോയതാ. ഞാൻ അമ്മയെ വിളിച്ചതാ. പറഞ്ഞ് പൂർത്തിയാക്കാൻ സമ്മതിച്ചില്ല. പിന്നെ മൊബൈൽ കാണാതായി. പിന്നെ കിട്ടിയപ്പോ സിമ്മ് വർക്ക് ചെയ്യുന്നില്ല. എല്ലാം അവന്റെ പണിയായിരുന്നു. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. സാറിന് മരിക്കേണ്ടത് നിന്റെ ജോലിയാണ്. അത് നടക്കില്ല മാമ. വാ, നീ ഇറങ്ങ്. അണ്ണ ആദ്യം ഒന്നങ്ങോട്ട് ചെല്ല്. സാറേ, അവളെ എന്നെ വിഷമിപ്പിക്കരുത്. കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ, അച്ഛാ, അച്ഛാ. എനിക്ക് നിന്നെ ഒന്ന് കാണണമായിരുന്നു. ഇനി പൊക്കോ. ചാടി ചാകുകയോ തൂങ്ങി ചാകുകയോ കടയിൽ ചാടുകയോ ചെയ്തോ. പൊക്കോ. എനിക്ക് വേണം എന്റെ മോളെ. എന്റെ മോളെ എനിക്ക് വേണം. എനിക്ക് വേണം. എനിക്ക് വേണം എന്റെ മോളെ. മോളെ. എടാ 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 കുറച്ചുകൂടെ സ്മാർട്ട് ആവടാ. എന്റെ കൊച്ചാ എന്നെ നാറ്റിക്കല്ലേ. എന്താ രണ്ടാളും കൂടി ഒരു ചിരി? ഒന്നുമില്ലേ? കൊച്ചച്ഛനൊന്നും വെളിയേ ഉള്ളൂ. ഇവർ കൂട്ടുകാരെ പോലെയാണ്. എന്താ എല്ലാരും ബലം പിടിച്ചിരിക്കണത്? ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ ടീച്ചറെ? എല്ലാരും ഉണ്ടല്ലോ. എങ്ങോട്ടാ യാത്ര? സാറോ വരണം. ഇന്ന് 1-ാം തീയതിയാ. അതിന് സാറിനിപ്പോ അങ്ങനത്തെ വിശ്വാസമൊന്നുമില്ല. സസ്പെൻഷനിലായിരുന്നല്ലോ. അല്ല, എങ്ങോട്ടാ യാത്ര? എനിക്ക് ബാംഗ്ലൂർ ജോലി കിട്ടി സർ. ഞങ്ങള് മോളുടെ കൂടെ അങ്ങോട്ട് പോവാ. ജോയിൻ ചെയ്യാൻ പോകുന്ന വഴിയാ. നിങ്ങളെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. അപ്പൊ ശരി, ഓൾ ദ ബെസ്റ്റ്. ശരി സർ. ശരി. സാറേ, ഞാനൊരു കാര്യം ചേച്ചിയോട് നേരത്തെ പറഞ്ഞിരുന്നു. കിച്ചുവിന് ആ ഇഷ്ടം ഇപ്പോഴും ഉണ്ട്. അതിനെന്താ, നിങ്ങളെല്ലാരും കൂടി ഒരു ദിവസം അങ്ങോട്ട് വാ. അതെ, എല്ലാരും കൂടി ഒരു ദിവസം അങ്ങോട്ട് വാ. ഞങ്ങളെല്ലാരും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. ഫാമിലി ആയിട്ട് അല്ലേ? നമുക്ക് പോവാം. കിച്ചുവേട്ടാ, പോവാം.